നമസ്കാരം. ലക്ഷ്യ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. വനിതാ സംവരണ നിയമം എന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉറപ്പായും നിങ്ങൾക്കിത് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലാദ്യം നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന് പുതുതായി നൽകിയിരിക്കുന്ന പേരെന്താണ്? എഡ്വിൻ ലൂട്ടിൻസ് പണികഴിപ്പിച്ച പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് സംവിധാൻ സദൻ. ശ്രദ്ധിക്കുക, പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് സംവിധാൻ സദൻ. അപ്പോൾ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരെന്താണ്? അത് സൻസദ് ഭവൻ. പുതുതായി പണികഴിപ്പിച്ച സെൻട്രൽ വിസ്ത പ്രോജക്റ്റിലൂടെ പുതുതായി പണികഴിപ്പിച്ച പാർലമെന്റ് മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പേരാണ് സൻസദ് ഭവൻ. രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണ്. പുതിയ പാർലമെന്റ് മന്ദിരം അഥവാ സൻസദ് ഭവൻ ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് മാസം 28-നാണ്. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 മെയ് 28. ചെങ്കോലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. വി.ഡി. സവർക്കറിന്റെ ജന്മദിനം കൂടിയാണ് മെയ് 28. 2023 മെയ് 28-ന് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തുവെങ്കിലും അവിടെ സമ്മേളനങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരം അല്ലെങ്കിൽ പുതിയ പേരെന്താണ്? സംവിധാൻ സദനിൽ വെച്ച് 2023 സെപ്റ്റംബർ 18 അവസാനത്തെ സമ്മേളനം നടത്തുന്നു. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചുള്ള അവസാന സമ്മേളനം നടക്കുന്ന എന്നാണ്? 2023 സെപ്റ്റംബർ 18. നെക്സ്റ്റ് ഡേ 2023 സെപ്റ്റംബർ മാസം 19 പുതിയ പാർലമെന്റ് മന്ദിരം അല്ലെങ്കിൽ അതിന്റെ പേരെന്താണ്? സൻസദ് ഭവനിൽ വെച്ച് ആദ്യ സമ്മേളനം നടക്കുകയാണ്. സൻസദ് ഭവനിൽ വെച്ച് ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മേളനത്തിൽ ആദ്യമായി അവിടെ അവതരിപ്പിക്കപ്പെട്ട ബില്ലാണ് വനിതാ സംവരണ ബിൽ. അതിന്റെ മറ്റൊരു പേരാണ് നാരി ശക്തി വന്ദന അധിനിയം 2023. വനിതാ സംവരണ ബിൽ 2023 അല്ലെങ്കിൽ നാരി ശക്തി വന്ദന അധിനിയം 2023 ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ഈ ബില്ല് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാളാണ്. അദ്ദേഹം 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായാണ് വനിതാ സംവരണ നിയമം പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ ബില്ല് ലോകസഭ നെക്സ്റ്റ് ഡേ അതായത് 2023 സെപ്റ്റംബർ മാസം 20 തന്നെ പാസ്സാക്കുന്നു. ഈ ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 20. അന്ന് ലോക്സഭയിൽ ഉണ്ടായിരുന്ന 456 അംഗങ്ങളിൽ 454 അംഗങ്ങളും ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. 2 അംഗങ്ങൾ AIMIM അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടി എന്നറിയപ്പെടുന്ന പാർട്ടിയിലെ 2 അംഗങ്ങൾ ഒഴികെ ബാക്കി 454 അംഗങ്ങളും ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും 2023 സെപ്റ്റംബർ 20 തന്നെ ഈ ബില്ല് ലോക്സഭ പാസ്സാക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത കടമ്പ രാജ്യസഭയാണ്. രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കപ്പെടുന്നത് 2023 സെപ്റ്റംബർ 21-നാണ്. രാജ്യസഭയിലുള്ള മുഴുവൻ അംഗങ്ങളും ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഈ ബില്ല് പോവുകയാണ്. രാഷ്ട്രപതി ഈ ബില്ല് ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. അതായത് രാഷ്ട്രപതി ഈ ബില്ല് ഒപ്പുവെക്കുന്നതോടുകൂടി ഈ ബില്ല് നിയമമാവുകയാണ്. 128ാം ഭരണഘടനാ ഭേദഗതി ബില്ല് 106ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമായി മാറുന്നു. അവതരിപ്പിക്കപ്പെട്ടത് 128ാം ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ്. ഈ ബില്ല് 106ാം ഭരണഘടനാ ഭേദഗതിയായി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. സാധാരണ ഒരു ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി നിയമമായി വരികയാണ്. എന്നിരുന്നാലും ഈ നിയമം എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നില്ല. ഒരു കാര്യം പറയുന്നുണ്ട്, ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് മുതൽ 15 വർഷത്തേക്കാണ് ഈ നിയമത്തിന്റെ കാലാവധിയായി പറയുന്നത്. പിന്നീട് വേണമെങ്കിൽ പാർലമെന്റിന് തന്നെ ഇത് നീട്ടാവുന്നതാണ്. ശ്രദ്ധിക്കുക, 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് 106ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമായി പാസ്സാവുന്നു. ഈ നിയമം നടപ്പിലാക്കുന്നത് എന്നു മുതലെന്ന് നിയമത്തിൽ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയുന്നു, നടപ്പിലാക്കി 15 വർഷം വരെയാണ് ഇതിന്റെ കാലാവധി, നിലവിൽ ഇതിന്റെ കാലാവധി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് 128ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെ കുറിച്ചല്ല, എല്ലാം 106ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് മാത്രമാണ്. അതായത് വനിതാ സംവരണ നിയമം
എന്ന 106 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ എന്ത് മാറ്റമാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ലോകസഭ, അതുപോലെ സംസ്ഥാന നിയമസഭകൾ, അതുപോലെ നാഷണൽ ക്യാപിറ്റൽ റീജിയൺ എന്നറിയപ്പെടുന്ന ഡൽഹി. ഈ 3 തലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഈ 3 ഇടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും സീറ്റുകൾ അനുവദിക്കുമ്പോൾ വനിതകൾക്ക് 33% സംവരണം സീറ്റിൽ നൽകിയിരിക്കണം. അതായത് ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, നാഷണൽ ക്യാപിറ്റൽ റീജിയനായ ഡൽഹി എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 33% സീറ്റുകൾ നൽകിയിരിക്കണം. ഇതാണ് 106 ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ പറയുന്നത്. ഈ ചോദ്യം നിങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കണം. 106 ഭരണഘടനാ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ നിയമം ബാധകമാകുന്നത് എവിടെയൊക്കെയാണ്? ലോകസഭാ തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതുപോലെ നാഷണൽ ക്യാപിറ്റൽ റീജിയനായ ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ. ഈ 3 സ്ഥലങ്ങളിൽ മാത്രമേ 106 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം സ്ത്രീകൾക്ക് 33% അല്ലെങ്കിൽ 1/3% സംവരണം ലഭിക്കുന്നുള്ളൂ. ക്ലിയർ ആണ്. ഇനി എവിടെയൊക്കെ ഇല്ല എന്നുള്ളത് കൂടെ അപ്പോഴന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു വച്ചേക്കണം. കാരണം രാജ്യസഭയിൽ ഇല്ല, അതുപോലെ തന്നെ സഭകളുള്ള യൂണിയൻ ടെറിട്ടറികളുണ്ട്. ഉദാഹരണം പുതുച്ചേരി, അതുപോലെ ജമ്മു കാശ്മീർ. ഇവിടെ 2 ഇടത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ നിയമം ബാധകമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഈ നിയമം ബാധകമല്ല. കാരണം 73 ഭരണഘടനാ ഭേദഗതിയും 74 ഭരണഘടനാ ഭേദഗതിയും വന്ന സമയത്ത് ആ നിയമത്തിൽ തന്നെ വനിതകൾക്ക് 33% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 106 ഭരണഘടനാ ഭേദഗതി ബാധകമാകുന്നത് 3 സ്ഥലങ്ങളിൽ മാത്രമാണ്. ലോകസഭകൾ, സംസ്ഥാന നിയമസഭകൾ, നാഷണൽ ക്യാപിറ്റൽ റീജിയനായ ഡൽഹി എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമേ സ്ത്രീകൾക്ക് 33% സംവരണം മണ്ഡലങ്ങൾ അനുവദിക്കുമ്പോൾ നൽകുന്നുള്ളൂ. ഇനി ഈ നിയമത്തിന്റെ മറ്റൊരു ഹൈലൈറ്റായി ശ്രദ്ധിക്കേണ്ട കാര്യം, പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങൾ, കേരള സംസ്ഥാന നിയമസഭ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ അതിൽ 14 പട്ടികജാതി മണ്ഡലങ്ങളും 2 പട്ടികവർഗ മണ്ഡലങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ 84 പട്ടികജാതി മണ്ഡലങ്ങളും 47 പട്ടികവർഗ മണ്ഡലങ്ങളുമാണ് ഉള്ളത്. സംസ്ഥാന നിയമസഭകളിലും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെയുള്ള പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങളിലും 33% സംവരണം ബാധകമാണ്. അതായത് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ഡൽഹിയിലെയും പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങളിലും 33% സംവരണം വനിതകൾക്ക് നൽകിയിരിക്കണമെന്ന് ഈ നിയമത്തിൽ പറയുന്നു. എന്നാൽ ഈ നിയമപ്രകാരം OBC വിഭാഗങ്ങൾക്ക്, അതായത് മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല. 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ OBC വിഭാഗങ്ങൾക്ക് പ്രത്യേകം സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങളിൽ സംവരണം പറയുന്നുണ്ട്. ഇനി ഈ നിയമം എന്നു മുതൽ നടപ്പാക്കും എന്ന് പറയുന്നില്ല. എപ്പോൾ മുതലാണോ നടപ്പിലാക്കുന്നത്, നടപ്പിലാക്കി 15 വർഷത്തേക്കാണ് ഈ നിയമം ബാധകമായി വരുന്നത്. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പാർലമെന്റിൽ വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വനിതകൾക്ക് 33% സംവരണം ബാധകമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ നാഷണൽ ക്യാപിറ്റൽ റീജിയനായ ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഈ 3 ഇടങ്ങളിൽ മാത്രമാണ് 33% അല്ലെങ്കിൽ 1/3% ശതമാനം ബാധകമാകുന്നത്. ഇനി മേൽപ്പറഞ്ഞ 3 സ്ഥലങ്ങളിലെയും പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങളിലും ഈ നിയമം ബാധകമാണ്. OBC വിഭാഗങ്ങളെ കുറിച്ച് ഈ നിയമത്തിൽ പ്രത്യേകമായി പരാമർശിക്കുന്നില്ല. ഈ നിയമം എപ്പോൾ മുതൽ നടപ്പിലാക്കുന്നോ അപ്പോൾ മുതൽ 15 വർഷത്തേക്കാണ് നിലവിൽ ബാധകമായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്തതായി ശ്രദ്ധിക്കാനുള്ളത്, 106 ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുന്നതിന് വേണ്ടി കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതെല്ലാം എന്ന ചോദ്യം ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന 330A എന്ന അനുച്ഛേദം ചേർക്കപ്പെട്ടു. അതായത് ലോക്സഭയിൽ വനിതകൾക്ക് 33% സംവരണം കൊടുക്കണം എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി 330A എന്ന അനുച്ഛേദം ചേർക്കപ്പെട്ടു. സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 33% കൊടുക്കണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 332A ചേർക്കപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 330A, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 332A. അതുപോലെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് സംവരണം നൽകണമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 239AA എന്ന അനുച്ഛേദവും ചേർക്കപ്പെട്ടു. 239AA ഡൽഹിയിലെ
വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് 239A. ഇനി ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 15 വർഷത്തേക്കാണ് നടപ്പാക്കുന്നത്. ഈ നിയമം നടപ്പാക്കേണ്ടത് റൊട്ടേഷൻ വ്യവസ്ഥിതിയിലായിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളുടെ മാതൃകയിൽ റൊട്ടേഷൻ വൈസ് ആണ് ഈ നിയമം നടപ്പാക്കേണ്ടത്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 334A. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ 330A, 332A, 239AA, 334A എന്നീ അനുച്ഛേദങ്ങളാണ് ചേർക്കപ്പെട്ടത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഈ 33% എന്നുള്ളത് കൂട്ടാം. അങ്ങനെ ആദ്യമായി കൂട്ടിയ സംസ്ഥാനമാണ് ബീഹാർ. ബീഹാർ എന്താണ് ചെയ്തത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ 50% സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്തു. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അധ്യക്ഷ സ്ഥാനത്തും വനിതകൾക്ക് 50% സീറ്റ് കൊടുത്ത 50% വനിതകൾക്ക് വേണ്ടി കൊടുത്ത ആദ്യ സംസ്ഥാനമാണ് ബീഹാർ. ശ്രദ്ധിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് 50% സീറ്റ് അനുവദിച്ചതും അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതകൾക്ക് 50% നൽകിയതും ആദ്യ സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിനെ പിന്തുടർന്ന് പിന്നെ രാജസ്ഥാൻ, അതുപോലെ നമ്മുടെ കേരളം അടക്കമുള്ള നിലവിൽ 20ഓളം സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് 50% സീറ്റുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 106 ഭരണഘടനാ ഭേദഗതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബാധകമല്ല എന്ന്. ഇതിനെ തുടർന്ന് 1996 HD ദേവഗൌഡ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 81 ഭരണഘടനാ ഭേദഗതി ബില്ലായി വനിതാ സംവരണ നിയമം ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, 1996 81 ഭരണഘടനാ ഭേദഗതി ബില്ലായി വനിതാ സംവരണ നിയമം ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നു. അതായത് വനിതകൾക്ക് 33% സംവരണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യ ബില്ല് 81 ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഇത് അവതരിപ്പിക്കപ്പെട്ടത് 1996 HD ദേവഗൌഡ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ സംവരണം മുതലായ വിഷയങ്ങൾ തട്ടി ഈ ബില്ല് അവിടെ പാസ്സാകുന്നില്ല. ഇതേ ബില്ല് 1998 99 പുനരവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ ബില്ല് ലോക്സഭ കടക്കുന്നില്ല. എന്നാൽ 2008 മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ, അതായത് 1ാം UPA സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ ബില്ല് വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നു. 108 ഭരണഘടനാ ഭേദഗതിയായി ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയും 2010 ഇത് രാജ്യസഭയിൽ പാസ്സാവുകയും ചെയ്യുന്നു. എന്നാൽ ഈ നിയമം ലോകസഭ പരിഗണിച്ചില്ല. രാജ്യസഭയിൽ ഇത് 2010 പാസ്സാവുന്നുണ്ട്, ലോകസഭ ഈ ബില്ല് പരിഗണിച്ചില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് ആദ്യമായി പാർലമെന്റിൽ വരുന്നത് 81 ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ്. അവതരിപ്പിക്കപ്പെടുന്നത് 1996 ശേഷം 2008 108 ഭരണഘടനാ ഭേദഗതി ബില്ലായി വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നു, എന്നാൽ പാസ്സാവുന്നില്ല. ഫൈനലി ഇത് പാസ്സായത് 128 ഭരണഘടനാ ഭേദഗതി ബില്ലായി അവതരിപ്പിക്കപ്പെടുകയും 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയായി ഇത് പാസ്സാവുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 81 ഭരണഘടനാ ഭേദഗതി ബില്ല്, 108 ഭരണഘടനാ ഭേദഗതി ബില്ല്, അവസാനത്തെ 128 ഭരണഘടനാ ഭേദഗതി ബില്ല്. 128 ഭരണഘടനാ ഭേദഗതി ബില്ലാണ് 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയായി പാസ്സായത്. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി വനിതാ സംവരണ നിയമത്തിന്റെ ചരിത്രമായി തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ പശ്ചിമ ബംഗാളുകാരിയായ ഗീതാ മുഖർജി MP ആയിരുന്ന സമയത്ത് വനിതാ സംവരണ നിയമം ഒരു സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ MP ആയിരുന്ന ഗീതാ മുഖർജി ലോക്സഭയിൽ വനിതാ സംവരണ ബില്ല് ഒരു സ്വകാര്യ ബില്ലായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച ആദ്യ വനിത ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗീതാ മുഖർജിയാണ്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള MP ആയിരുന്നു. ഇത്രയും നേരം നമ്മൾ നോക്കിയത് വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊരു പ്രസ്താവന രീതിയിലുള്ള പരീക്ഷയ്ക്ക് എങ്ങനെ ഉത്തരം എഴുതാം എന്ന ലെവലിലാണ് നമ്മൾ നോക്കിയത്. ഇത് കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചു വച്ചേക്കുക. ഹായ് ഫ്രണ്ട്സ്, ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. G20യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ചില വസ്തുതകളാണ്. ഓക്കെ, നമുക്കറിയാം 2023 G20 സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം ഇന്ത്യയാണെന്നും ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനം കൊണ്ടുണ്ടായ ചില നേട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളും PSC പരീക്ഷകളിൽ ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് G20 എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഇതൊരു G20 എന്ന് പറയുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക കൂട്ടായ്മയാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എക്കണോമിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കൂട്ടായ്മയാണ്, എക്കണോമിക് അലയൻസ് ആണ്. ഇപ്പോൾ നാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു മിലിറ്ററി സഖ്യമാണ്. അതുപോലെ G20 എന്ന് പറഞ്ഞാലോ G7 എന്ന് പറഞ്ഞാലോ അതെന്താണ്, ഒരു സാമ്പത്തിക കൂട്ടായ്മയാണ്. അപ്പോൾ ലോകത്തിലെ ഏകദേശം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 80% കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് G20. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ടോട്ടൽ വ്യാപാരത്തിൻ്റെ ടോട്ടൽ വാണിജ്യത്തിൻ്റെ 75% വരെ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് G20 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ മൊത്തം പോപ്പുലേഷനിലെ 2/3 ഉൾപ്പെടുന്നത് ഈ G20 രാജ്യങ്ങളിലാണ്. അപ്പോൾ എന്താണ് G20 എന്ന് വെച്ചാൽ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കൂട്ടായ്മയാണ് അത് G20 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ G20 എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ആ കൂട്ടായ്മ നിലയിൽ വരുന്നത് 1999 സെപ്റ്റംബർ 26 അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, G20 എന്ന സംഘടന നിലയിൽ വരുന്നത് 26 സെപ്റ്റംബർ 1999 നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ആ ഡേറ്റും ആ ഇയറും നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ G20 നിലയിൽ വന്നത് ഒന്നുകൂടെ പറയുന്നു 26 സെപ്റ്റംബർ 1999. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് G20യുടെ അംഗസംഖ്യ. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ G20 എന്നാണ് പറയുന്നത്. നിലവിലെ G20യുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 21. അപ്പോൾ എന്തുകൊണ്ട് G20യുടെ അംഗസംഖ്യ 21 പക്ഷേ അതിൻ്റെ ഔദ്യോഗിക പേര് ഇപ്പോഴും ഇത് തന്നെയാണ്, G20 എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ G20യുടെ അംഗസംഖ്യ 21 എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന 19 സ്വതന്ത്ര രാജ്യങ്ങളും അതിനോടൊപ്പം യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന 2 സംഘടനകളുടെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഈസ് കൺസിഡേർഡ് ആസ് 1, ആഫ്രിക്കൻ യൂണിയൻ ഈസ് കൺസിഡേർഡ് ആസ് 1. അങ്ങനെ 19 + 1 അങ്ങനെ 19 1 21 21 രാജ്യങ്ങളാണ് അല്ലെങ്കിൽ 21 അംഗങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അത് ക്ലിയർ. അപ്പോൾ G20യുടെ അംഗസംഖ്യ ചോദിച്ചാൽ എത്ര പറയാം നിങ്ങൾ? 21 എന്ന് പറയണം. ഓക്കെ ആണല്ലോ. ഇനി G20യിൽ അവസാനം അംഗമായത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കൻ യൂണിയൻ ആണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. G20യിൽ അവസാനം അംഗമായത് ആരാണ്? ആഫ്രിക്കൻ യൂണിയൻ ആണ്. 55 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചാണ് ആഫ്രിക്കൻ യൂണിയനെ G20യിൽ അംഗമാക്കിയത്. അങ്ങനെ G20യിൽ അംഗമായ ആദ്യ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആഫ്രിക്കൻ യൂണിയൻ എന്നല്ല. ആദ്യ സംഘടന എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. എന്നാൽ G20യിൽ അംഗമാകുന്ന രണ്ടാമത്തെ സംഘടനയാണ് ഏത്? ആഫ്രിക്കൻ യൂണിയൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ G20യിലെ അംഗസംഖ്യ ചോദിച്ചാൽ 21. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യ ആ G20 ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെ 19 സ്വതന്ത്ര രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ ആഫ്രിക്കൻ യൂണിയനും. ക്ലിയർ ആണ്. ഇനി G20യുടെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത് 3 ഭാഷകളാണ് G20യിലുള്ളത്. അത് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, 2 എന്ന് പറയുന്നത് ഫ്രഞ്ച്, 3 എന്ന് പറയുന്നത് സ്പാനിഷ്. ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഭാഷ എപ്പോഴും ഇംഗ്ലീഷ് ആയിരിക്കും. അതിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മാത്രമേ ഫ്രഞ്ചോ സ്പാനിഷോ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ G20യിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 3 ഭാഷകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് G20യുമായി ബന്ധപ്പെട്ട് നമുക്ക് PSC പരീക്ഷയിൽ റെഗുലറായി ചോദിക്കുന്ന ഒരു ഭാഗം G20യുടെ സമ്മേളന വേദികളാണ്. ഓക്കെ. അപ്പോൾ G20യുടെ സമ്മേളന വേദികളെ ഞാൻ ഒരു ടേബിളാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. അത് പ്രധാനമായി 1 അതിൻ്റെ എഡിഷൻസ്, 2 ഇയർ. അപ്പോൾ എഡിഷൻസ്, അത് കഴിഞ്ഞിട്ട് ഇയർ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രാജ്യങ്ങൾ, പിന്നെ അതിൻ്റെ പർട്ടിക്കുലർ വേദി ഏതാണ്. ഇതാണ് 4 ടേബിൾസ്. അപ്പോൾ അതിനകത്ത് എഡിഷൻസ് എന്ന് പറഞ്ഞാൽ 15ാമത് G20 സമ്മേളനം, 16ാം സമ്മേളനം, 17ാം സമ്മേളനം, 18ാമത് സമ്മേളനം, 19ാം സമ്മേളനം, 20ാം സമ്മേളനം, 21ാമത് സമ്മേളനം. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2023 ഇന്ത്യയിൽ നടന്നത് എത്രാം സമ്മേളനം എന്ന് നമ്മൾ പഠിച്ചാൽ അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ നടന്നത് 18ാമത് G20 സമ്മേളനമാണ് ഇന്ത്യയിൽ നടന്നത്. വർഷം 2023. എല്ലാ വർഷവും G20 സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ G20 സമ്മേളനം എല്ലാ വർഷവും നടക്കുന്നത് കൊണ്ട് തന്നെ ഈ എഡിഷൻസും ഇയറും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ 18ാം G20 സമ്മേളനം 2023 നിങ്ങൾ മനസ്സിലാക്കുക. 19 എന്ന് പറഞ്ഞാൽ 2024, 20 എന്ന് പറഞ്ഞാൽ 2025, 21 എന്ന് പറഞ്ഞാൽ 2026. അപ്പോൾ അതിന്
മുകളിലേക്ക് പോയാലും 17 എന്ന് പറയുമ്പോൾ 2022, 16, 21, 15, 20. അപ്പോൾ ആ 15 മുതൽ 21 വരെയുള്ള G20 സമ്മേളനം നടന്ന വർഷങ്ങൾ നമ്മൾ ഓർക്കാൻ 18ാം സമ്മേളനം നടന്നത് 23-ലാണ് എന്ന് ഉറപ്പായാൽ നമുക്ക് ബാക്കിയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇനി എൻ്റെ രാജ്യങ്ങൾ യഥാക്രമം ഓർഡറിൽ അങ്ങ് പഠിച്ചിരുന്നാൽ മതി. ഇപ്പോൾ 23ാം സമ്മേളനം നടന്ന ഇന്ത്യയിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ശേഷം നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്, അത് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക, അത് കഴിഞ്ഞാൽ USA. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ശേഷം വരുന്നത് ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, USA. ഇന്ത്യ കഴിഞ്ഞ് അടുത്ത് നടക്കാൻ പോകുന്നത് ഈ വർഷത്തത് ബ്രസീൽ, അത് കഴിഞ്ഞാൽ നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ, അത് കഴിഞ്ഞാൽ നടക്കുന്നത് USAയിലാണ്. അപ്പോൾ 2026 G20 സമ്മേളനം നടക്കുന്നത് USAയിലാണ്. അപ്പോൾ ഇന്ത്യക്ക് തൊട്ട് മുമ്പ് നടന്നത് എവിടെയായിരുന്നു ചോദിച്ചാൽ ഇന്തോനേഷ്യയിലാണ്. ഇന്ത്യയുടെ IND തന്നെ നിങ്ങൾ ഓർത്തിട്ട് ഇന്തോനേഷ്യയാണ് തൊട്ട് മുകളിൽ. അപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇന്ത്യ ആതിഥ്യം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇന്ത്യ G20 സമ്മേളനത്തിൻ്റെ ആതിഥ്യം വഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നത്. ഇനി ഇന്തോനേഷ്യക്ക് തൊട്ട് മുമ്പ് ഇറ്റലിയിലായിരുന്നു, അതിന് തൊട്ട് മുമ്പ് സൗദി അറേബ്യ. അപ്പോൾ 2020 മുതൽ 2026 വരെയുള്ള G20 സമ്മേളന വേദികൾ നമ്മൾ ഓർഡറിൽ പഠിച്ചാൽ ഇങ്ങനെ പഠിക്കും: സൗദി അറേബ്യ, ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, USA. ഈ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചോളൂ. ഒന്നുകൂടെ പറയുന്നു: സൗദി അറേബ്യ, ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, USA. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഓർമ്മയുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇന്തോനേഷ്യ ആണെന്നും തൊട്ട് താഴെ ബ്രസീലാണെന്നും നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ഒന്നുകിൽ ഇന്തോനേഷ്യ, അല്ലെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ ബ്രസീൽ. ഈ 3 വേദികൾക്കാണ് സാധ്യത ഏറെ കൂടുതലുള്ളത്. എന്നിട്ട് നമ്മൾ പഠിക്കുമ്പോൾ റിസ്ക് എടുക്കാതെ നമ്മൾ പൂർണ്ണമായും അത്രയും ഭാഗങ്ങൾ പഠിക്കുന്നതാണ് സേഫ്. ഓക്കെ, ഇനി ഇതിൻ്റെ പർട്ടിക്കുലർ വേദി ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ 2023 18ാം G20 സമ്മേളനത്തിൻ്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹി, ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് തൊട്ട് മുമ്പ് നടന്ന ഇന്തോനേഷ്യയിലായിരുന്നു. സോ ഇന്തോനേഷ്യയിലെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ബാലിയിലാണ്. ഓക്കെ, ഇനി ഇറ്റലിയിൽ എവിടെയായിരുന്നു? റോം, സൗദി അറേബ്യയിലെ റിയാദ്, ഇനി ബ്രസീൽ നടക്കാൻ പോകുന്ന റിയോ ഡി ജനീറോ. ബാക്കിയുള്ള 2 സ്ഥലങ്ങളിൽ ഇനി റിയോ ഡി ജനീറോ സമ്മേളനം പൂർത്തിയായ ശേഷം അവിടെ വന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നീട് തീരുമാനിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2020 മുതൽ 24 വരെയുള്ള G20 സമ്മേളനത്തിൻ്റെ ആ വേദികൾ മാത്രം പറഞ്ഞാൽ ഇങ്ങനെയാണ്: റിയാദ്, റോം, ബാലി, ന്യൂഡൽഹി, റിയോ ഡി ജനീറോ. എന്നൂടെ പറയുന്നു: റിയാദ്, റോം, ബാലി, ന്യൂഡൽഹി, റിയോ ഡി ജനീറോ. അതായത് റിയാദിൽ നിന്ന് നേരെ നമ്മൾ റോമിൽ നിന്ന് നേരെ ബാലിയിൽ, ബാലിയിൽ നേരെ ന്യൂഡൽഹിയിൽ, ന്യൂഡൽഹിയിൽ നേരെ നമ്മളിതാ റിയോ ഡി ജനീറോ ബ്രസീലിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ വേദികൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ 18ാം G20 സമ്മേളനത്തിൻ്റെ വേദി ചോദിച്ചാൽ ന്യൂഡൽഹിയിലായിരുന്നു എന്നറിയാം. 19 ചോദിച്ചാൽ റിയോ ഡി ജനീറോ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി 17 ചോദിക്കുന്നതെങ്കിൽ അത് ബാലിയിലായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാന സമ്മേളന വേദികൾ എന്ന് പറയുന്ന ആ ഒരു ബോക്സ് നോട്ടിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും: അതിൻ്റെ എഡിഷൻസും, ഇയറും, രാജ്യങ്ങളും അതിൻ്റെ വേദികളുമാണ് പഠിച്ചിട്ടുള്ളത്. ആ എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15 മുതൽ 21 വരെ, 15, 16, 17, 18, 19, 20, 21. അതിൻ്റെ വർഷങ്ങൾ എന്ന് പറയുന്നത് 2020 മുതൽ 26 വരെ, 2020, 21, 22, 23, 24. അപ്പോൾ നിങ്ങൾക്ക് 20 തുടങ്ങി 23 വരുമ്പോഴത്തേക്ക് 18ാം സമ്മേളനം ആവുമെന്ന് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ രാജ്യങ്ങളുടെ പേര് ഓർഡറിൽ പറഞ്ഞാൽ സൗദി അറേബ്യ, ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ആൻഡ് USA എന്നാണ്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ വേദികൾ ആവുമ്പോൾ റിയാദ്, റോം ആ ഓർമ്മ 6 വെച്ച് നിങ്ങൾ ഓർത്താൽ റിയാദ്, റോം, ബാലി, റിയാദ്, റോം, ബാലി, ന്യൂഡൽഹി, റിയോ ഡി ജനീറോ. ഇതാണ് അതിൻ്റെ ഓർത്തിരിക്കേണ്ടത്. ഇത് ഓർത്തിരിക്കണം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് മാത്രമായി നമുക്ക് ലഭിക്കാൻ ഏറെ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് G20യുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടത് ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളാണ്. ഓക്കെ, അപ്പോൾ 18ാമത് G20 സമ്മേളനം 2023 ഇതാണ് നമ്മുടെ പ്രധാന കാര്യം. അപ്പോൾ അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ നടന്ന ആദ്യ G20 സമ്മേളനമായിരുന്നു ഈ 18ാം G20 സമ്മേളനം. നമ്മുടെ മുമ്പ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു: ഇന്ത്യയിലെ ആദ്യ സമ്മേളനമാണ് 18ാം G20 സമ്മേളനം. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആകെ 18 G20 സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു G20 സമ്മേളനം നടക്കുന്നത്. അത് 2023 ഓർക്കുക. അതിൻ്റെ വേദി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് ന്യൂഡൽഹി. ക്ലിയർ ആണ്? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അധ്യക്ഷൻ ആരാണ് നമുക്കറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്?
ആരാണ്? നരേന്ദ്ര മോഡി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. G20 സമ്മേളനത്തിന്റെ ഇന്ത്യയിൽ നടന്ന 18ാം G20 സമ്മേളനത്തിന്റെ ആപ്തവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ വസുദൈവ കുടുംബകം. 2-3 പരീക്ഷകൾ തന്നെ ഓൾറെഡി ഇത് ചോദിച്ച കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മറക്കരുത്. 18ാം G20 സമ്മേളനത്തിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? വസുദൈവ കുടുംബകം. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷോട്ട് മാറ്റിയാൽ പറയുന്നത് വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്നാണ്. ഇതാണ് വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ. എന്താണ്? വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഭൂമിയിലെ ഒരേ കുടുംബത്തിലെ ഒരേ ഭാവിയുള്ള ജനതയാണ് എന്ന് പറഞ്ഞാൽ നാം എല്ലാം ഒന്നാണ്. വേൾഡ് ഈസ് വൺ ഫാമിലി. അതാണ് വസുദൈവ കുടുംബകം എന്ന വാക്യത്തിന്റെ അർത്ഥം. വേൾഡ് ഈസ് വൺ ഫാമിലി. ലോകം ഒരു കുടുംബമാണ്. അപ്പോൾ ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആ വാചകം എടുത്തിരിക്കുന്നത് എന്തിലാണെന്ന് ചോദിച്ചാൽ, എന്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് മഹാ ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു സംസ്കൃത കൃതിയിൽ നിന്നാണ്. അപ്പോൾ വസുദൈവ കുടുംബകം എന്ന വാക്യം എടുത്തിരിക്കുന്നത് എന്തിൽ നിന്നാണ്? മഹാ ഉപനിഷത്ത് എന്ന സംസ്കൃത കൃതിയിൽ നിന്നാണ്. എന്തിൽ നിന്നാണ്? മഹാ ഉപനിഷത്ത് എന്ന സംസ്കൃത കൃതിയിൽ നിന്നാണ് എന്ന് ഓർത്തുകൊള്ളണം. ഓക്കെ. അപ്പോൾ ഈ മഹാ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഏത് കൃതിയാണെന്ന് വെച്ചാൽ ഒരു സംസ്കൃത കൃതിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വസുദൈവ കുടുംബകം എന്ന വാക്യം എടുത്തിരിക്കുന്ന സംസ്കൃത കൃതി ഏതെന്ന് ചോദിച്ചാൽ മഹാ ഉപനിഷത്ത് ആണെന്ന് ഓർക്കണം. ക്ലിയർ ആണല്ലോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തെടുത്തോളണം. ഇനി ഈ വസുദൈവ കുടുംബകം എന്ന വാക്യം എഴുതിയിരിക്കുന്നത് എന്തിലാണെന്ന് ചോദിച്ചാൽ അത് സംസ്കൃതത്തിലാണെന്ന് ഓർത്തു വെച്ചോളണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പോൾ സത്യമേവ ജയതേ എന്ന് പറയുന്ന വാചകം എഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണെന്ന് റീസെൻ്റ് ഒരു PSC പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സത്യമേവ ജയതേ എഴുതിയിരിക്കുന്നത് എന്തിലാണ്? ദേവനാഗരി സ്ക്രിപ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? പക്ഷേ സത്യമേവ ജയതേ ദേവനാഗരിയിലാണെങ്കിൽ വസുദൈവ കുടുംബം എഴുതിയിരിക്കുന്നത് എന്തിലാണ്? സംസ്കൃതത്തിലാണ്. കാരണം അത് സംസ്കൃത കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു വാക്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ലോകം ഒരു കുടുംബമാണ്. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഓർമ്മിക്കുക. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് 18ാം G20 നരേന്ദ്രമോദിയുടെ അധ്യക്ഷ പദവിയെക്കുറിച്ച് ഒരു ബുക്ക് നമുക്കറിയാം എന്താണ് ഈ ബുക്ക് എന്ന്. ഓക്കെ, ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. ആ ബുക്കിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പീപ്പിൾസ് G20 എന്നാണ് എൻ്റെ പേര്. എന്താണ് എൻ്റെ പേര്? പീപ്പിൾസ് G20. എന്താണ്? പീപ്പിൾസ് G20. അത് മറക്കരുത്. അപ്പോൾ 18ാം G20 ഈ നരേന്ദ്രമോദിയുടെ അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസുമാണ് ഉൾപ്പെടുന്ന ഒരു ബുക്ക് സൈറ്റിലുകളിലുണ്ട്. ആ ബുക്കിന് നൽകിയിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? പീപ്പിൾസ് G20. ഇത് IT റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാവുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ശ്രദ്ധിച്ച് വെച്ചോളാം. അപ്പോൾ പീപ്പിൾ G20 എന്താണെന്ന് മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്. 2, 18ാം G20 ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. അപ്പോൾ 18ാം G20 ഡീറ്റെയിൽസുകൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി നോക്കാവുന്നതാണ്. ആ മൊബൈൽ ആപ്പിൻ്റെ പേര്, അതിൻ്റെ പേരാണ് G20 ഇന്ത്യ. അപ്പോൾ എന്താണ് പീപ്പിൾസ് G20? എന്താണ് G20 ഇന്ത്യ? ഇത് രണ്ടും നിങ്ങൾ വ്യക്തമായി ഓർത്തു വെച്ചോളണം. ഓക്കെ. അപ്പോൾ 18ാം G20 ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് G20 ഇന്ത്യ. അപ്പോൾ അതുപോലെ തന്നെ 18ാം G20 ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ബുക്കിൻ്റെ പേരാണ് എന്ന് പറയുന്നത് പീപ്പിൾസ് G20. അത് മറക്കരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വസുദൈവ കുടുംബകം എന്ന വാക്യം എടുത്തിരിക്കുന്നത് ഏത് സംസ്കൃത കൃതിയിൽ നിന്നാണെന്ന് വെച്ചാൽ മഹാ ഉപനിഷത്താണ്. ഒരുപാട് 108 ഉപനിഷത്തുകൾ ഉള്ളതാണ്. നിങ്ങൾ അതിൽ നിന്ന് മഹാ ഉപനിഷത്ത് എന്ന് പറയുന്ന കൃതി മാത്രമേ നിങ്ങളുടെ മനസ്സിൽ വരാവൂ. മറ്റു ഉപനിഷത്തുകളൊന്നും കയറി കൂടരുത്. അപ്പോൾ മഹാ ഉപനിഷത്തിൻ്റെ കാര്യവും നിങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ചേക്കേണ്ടതാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ. ഇനി നമുക്ക് ഓർക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ. 18ാം G20 ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്ന വെബ്സൈറ്റുകളുണ്ട്. ആ 18ാം G20 ബന്ധപ്പെട്ട് 2 ഒഫീഷ്യൽ വെബ്സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് www.g20.in. എന്താണ്? www.g20.in. പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ്. കയറി ഇതിനകത്ത് സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. www.g20.in. രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറയും https://g20.mygov.in. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയുന്നത് ഏതാണ്? https://g20.mygov.in. ഇതാണ് ആ വെബ്സൈറ്റ്. നിങ്ങളത് മറക്കരുത്. അപ്പോൾ 18ാം G20 ബന്ധപ്പെട്ട ശരിയായ വെബ്സൈറ്റ് അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്
അതിനകത്ത് ഉൾപ്പെടാവുന്ന ഒരു വാചകമായിരിക്കും, അല്ലെങ്കിൽ 18ാം G20യുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് താഴെ തന്നിരിക്കുന്നതിൽ ഇന്നത് എന്ന് പറയുന്നിരിക്കുമ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കൊള്ളണം. ആ വെബ്സൈറ്റിൽ എന്താണ് ഉള്ളത് എന്താണ് ഇല്ലാത്തതെന്ന് വളരെ ചെക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഒന്നുകൂടെ പറയുന്നു, https:// കഴിഞ്ഞിട്ട് / ആണ്, പിന്നെ G20 കഴിഞ്ഞിട്ട് .ആണ്, അത് കഴിഞ്ഞിട്ട് mygov. അത് കഴിഞ്ഞിട്ട് in. ഓക്കെ, ഇൻ വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായതുകൊണ്ടാണ് ആ വെബ്സൈറ്റിൽ ലാസ്റ്റിൽ ഇൻ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നുള്ളത് മാത്രമേ ആദ്യമേ ചെക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ 2 വെബ്സൈറ്റുകൾ നിങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ 18ാം G20യുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്പിൻ്റെ പേര് ചോദിച്ചാൽ G20 ഇന്ത്യ എന്നും, 18ാം G20യുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ബുക്കിൻ്റെ പേര് ചോദിച്ചാൽ പീപ്പിൾസ് G20 ആണെന്നും, 18ാം G20യുമായി ബന്ധപ്പെട്ട 2 വെബ്സൈറ്റുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്ന് www.g20.in എന്നും, 2 https://g20.mygov.in ആണെന്ന് ഓർത്ത് വെച്ചോളണം. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് 18ാം G20യിലെ രാഷ്ട്രത്തലവന്മാരുടെ പ്രധാന സമ്മേളന വേദി. അപ്പോൾ 18ാം G20യിലെ രാഷ്ട്രത്തലവന്മാരുടെ പ്രധാന സമ്മേളന വേദി എന്ന് പറയുന്നത് രാഷ്ട്രത്തലവന്മാരുടെ അപ്പോൾ ഒരു G20യിലെ പ്രധാന രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളന വേദി എന്ന് പറയുന്നതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ആദ്യത്തെ സമ്മേളന വേദി എന്ന് പറയുന്നത് ഭാരത് മണ്ഡപമാണ് ആ സമ്മേളന വേദിയായി നിശ്ചയിക്കപ്പെട്ടത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രകൃതി മൈതാനമാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിൽ. അപ്പം ന്യൂഡൽഹിയിലെ പ്രകൃതി മൈതാനിലെ പുതുതായി ഇന്ത്യ പണിത ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ പേരാണ് ഭാരത് മണ്ഡപം. അവിടെയാണ് ഈ G20യിലെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് അല്ലെങ്കിൽ വേദിയാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 18ാം G20യിലെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളന വേദി എന്ന് പറയുന്നത് ഏതാണ്? ഭാരത് മണ്ഡപം. അത് പ്രകൃതി മൈതാനം, ന്യൂഡൽഹി. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഭാരത മണ്ഡപത്തിലെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു G20യുടെ വലിപ്പം എന്താണെന്ന്. ഏകദേശം ലോകത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 80% വരെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ അത് നിസ്സാരമല്ല. അപ്പോൾ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ഏകദേശം 80% വരെയാണ് G20 രാജ്യങ്ങളുടെ സംഭാവന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രാഷ്ട്രത്തലവന്മാരെയാണ് ഈ ഭാരത മണ്ഡപത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വച്ചേക്കുക. ഇനി അപ്പോൾ ഈ സമ്മേളനത്തിന് നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ മാസത്തിലെ 9-10 തീയതികളിലാണ്. 2023 സെപ്റ്റംബർ 9-ഉം 10-ഉം തീയതികളിലാണ്. നിങ്ങളത് മറന്നുപോയത്. 2023 സെപ്റ്റംബർ 9-10 തീയതികളിലാണ് ഈ സമ്മേളനം ഡൽഹിയിൽ നടന്നത്, ന്യൂഡൽഹിയിൽ നടന്നത്. അപ്പോൾ ഈ അന്ന് മാധ്യമങ്ങളിലൊക്കെ വന്ന പ്രധാന വാർത്തകൾ ലോകം ഇന്ത്യയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു, ലോകം പിന്നെ ന്യൂഡൽഹിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് ലോക മാധ്യമങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാന ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണം. അപ്പോൾ ആ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സെപ്റ്റംബർ 9-ഉം 10-ഉം തീയതികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് താനും. ഓക്കെ, ഇനി ഭാരത മണ്ഡപം എന്ന് പറയുന്ന പുതിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൻ്റെ ഫ്രണ്ടിൽ, അതിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു പുതിയ സ്റ്റാച്യു സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്റ്റാച്യു എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ അത് നടരാജ വിഗ്രഹമാണ്. എന്താണത്? നടരാജ വിഗ്രഹമാണ്. നടരാജ വിഗ്രഹം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് നടരാജ വിഗ്രഹം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് ചോള സാമ്രാജ്യ കാലത്തിൻ്റെ ഒരു പ്രധാന സിംബലാണ് ഈ നടരാജ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ചോള സാമ്രാജ്യം വ്യാപിച്ചിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാടെന്നും ആ തമിഴ്നാട് രാഷ്ട്രീയമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ടെന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മളതൊന്നും നോക്കേണ്ടതില്ല. നമ്മൾ വിമർശനങ്ങളൊക്കെ ഒരു സൈഡിൽ വെക്കുക. നമ്മൾ ആ ഭാരത മണ്ഡപത്തിന് മുന്നിൽ എന്താണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? നടരാജ വിഗ്രഹം. നടരാജ വിഗ്രഹം ഏത് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാന സിംബലാണെന്ന് ചോദിച്ചാൽ അതിന് ചോള സാമ്രാജ്യം എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. അപ്പോൾ ആ നടരാജ വിഗ്രഹം എന്തുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ആൻസർ എന്താണ്? ചോള സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു സിംബലാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ ഈ നടരാജ വിഗ്രഹത്തിൻ്റെ മായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്ര ഓർക്കുക. ഇനി 18ാം G20യുടെ ലോഗോ ഉണ്ട്. 18ാം G20ക്ക് നമുക്കൊരു ലോഗോ ഉണ്ട്. ആ ലോഗോയിൽ കാണപ്പെടുന്ന 2 പ്രധാന സിംബലുകൾ എന്താണ്? ആ ലോഗോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ആ ലോഗോ എന്ന് പറയുന്നത്. ആ 18ാം G20യുടെ ലോഗോ ഒരു മനോഹരമായ ഒരു ലോഗോയാണ്. അതിനകത്ത് എന്താണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയാണ് അവിടെ കാണുന്നത്.
രണ്ട്, ആ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു താമരയുമാണ്, ലോട്ടസുമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ 18ാം G20യുടെ ലോഗോയിൽ കാണപ്പെടുന്ന സിമ്പിൾസ് എന്താണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ലോട്ടസും എർത്തുമാണ്, ഭൂമിയും താമരയുമാണ് അതിനകത്ത് കാണപ്പെടുന്നത്. ഇനി 18ാം G20യുടെ ലോഗോയിൽ നമുക്ക് കാണാവുന്നത് G20 എന്ന് കൂടാതെ കാണുന്നത് ഭാരത് എന്ന് അതിനകത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2023 എഴുതിയിട്ടുണ്ട്, ഇന്ത്യ എന്ന് ക്യാപിറ്റൽ ലെറ്ററിലും എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാരത് എന്ന് എഴുതിയിരിക്കുന്ന ഏത് ലിപിയിലാണെന്ന് ചോദിക്കും പരീക്ഷയിൽ. അപ്പോൾ 18ാം G20യുടെ ലോഗോയിൽ ഭാരത് എന്ന് എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? അത് നമുക്കറിയാവുന്നത് ദേവനാഗിരി എന്നാണ്. അതിന് ആൻസർ എന്താണ്? ദേവനാഗിരി. അപ്പോൾ 18ാം G20യുടെ ലോഗോയിൽ ഭാരത് എന്ന് എഴുതിയിരിക്കുന്ന ലിപി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ദേവനാഗിരി ആണ്. ഇത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ 18ാം G20യുടെ ലോഗോയുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടാകുക. ഒന്ന്, ആ ലോഗോയിൽ കാണപ്പെടുന്ന സിംബലുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്ന് താമരയും രണ്ട് ഭൂമിയുമാണ്. രണ്ടാമത് ചോദിക്കേണ്ടത് അതിനകത്ത് ഭാരത് എന്ന് എഴുതിയിരിക്കുന്ന ഏത് ലിപി. നമുക്ക് ഒറ്റ മാത്രമേ കണ്ടാൽ നമുക്ക് ഹിന്ദിയാണെന്നോ സംസ്കൃതമാണെന്നൊക്കെ തോന്നും, പക്ഷെ അത് എന്താണ്? ദേവനാഗിരിയാണെന്നുള്ള ഓർമ്മയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. 18ാം G20 സമ്മേളനം ഇന്ത്യയിൽ നടത്തിയതിന് വളരെ കൊട്ടിഘോഷിച്ച് നമ്മൾ വളരെ ആഡംബരപൂർവ്വമാണ് ഈ സമ്മേളനം ഏകദേശം 1 ഇയർ കൊണ്ട് നടത്തിയത്. ഓക്കെ, 18ാം G20യുടെ ഇന്ത്യയിൽ നടന്ന 18ാം G20യുടെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കുക. 18ാം G20 എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് ഇന്ത്യ അതിൻ്റെ അധ്യക്ഷ പദവി, അതായത് 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെയായിരുന്നു G20 അധ്യക്ഷ പദവിയുടെ ഇന്ത്യയുടെ കാലാവധി. ഓക്കെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത് 2022 ഡിസംബർ 1-നാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പദവിയുടെ കാലാവധി അവസാനിക്കുന്നത് 2023 നവംബർ 30-നാണ്. 2023 നവംബർ 1 മുതൽ G20യുടെ അധ്യക്ഷ പദവി പുതിയ വ്യക്തിയിലേക്ക്, അതായത് ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റായ ലൂലാ ഡാ സിൽവ എന്ന് പറയുന്ന ബ്രസീൽ പ്രസിഡന്റാണ് ഇപ്പോഴത്തെ നില. അപ്പോൾ G20യുടെ നിലവിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആൻസർ ബ്രസീലിന്റെ പ്രസിഡന്റായ ആരാണ്? ലൂലാ ഡാ സിൽവയാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ. അപ്പോൾ ലൂലാ ഡാ സിൽവ അധ്യക്ഷനാകുന്നത് 2023 ഡിസംബർ 1 മുതൽ ലൂലാ ഡാ സിൽവയാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അത് മറക്കരുത്, അത് പ്രധാന കാര്യമാണ്. അപ്പോൾ നിലവിൽ G20യുടെ അധ്യക്ഷൻ ലൂലാ ഡാ സിൽവ. നരേന്ദ്രമോദി അധ്യക്ഷ പദവി അവസാനിച്ചത് 2021 നവംബർ 30 അവസാനിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ അധ്യക്ഷ പദവി എടുത്തിരുന്ന കാലം മുതൽ നടന്ന ആ സമ്മേളനത്തിൽ എന്താണ് ഇന്ത്യയിൽ ഉണ്ടായ നേട്ടം, അല്ലെങ്കിൽ ഇന്ത്യക്ക് എടുത്തു പറയത്തക്ക എന്ത് നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയത്തക്ക 3-4 നേട്ടങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, ഉക്രൈനും റഷ്യയും തമ്മിൽ നിരന്തര യുദ്ധമാണ്. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ യുദ്ധം 2022 ആരംഭിച്ച യുദ്ധമാണ്. 2022 ആരംഭിച്ച ഉക്രൈൻ റഷ്യ സംഘർഷം എന്ന് പറയുന്നത് ഇന്നും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ കാര്യം പഠിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ, ഇത്രയും രാജ്യത്തലവന്മാരുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രസ്താവന ഇറക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രസ്താവന ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ആശങ്കയും വലിയൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നു. എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഈ ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിലപാട് എന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുചേരി മീൻസ് ഉക്രൈൻ ചേരിയുമുണ്ട്, റഷ്യൻ ചേരിയുമുണ്ട്. ഓക്കെ, റഷ്യയുടെ പക്ഷത്ത് നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്, ഉക്രൈൻ്റെ പക്ഷത്ത് നിൽക്കുന്ന കുറേ രാജ്യങ്ങൾ. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ഉക്രൈൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. എന്നാൽ പിന്നെ റഷ്യയും ചൈന പാകിസ്ഥാൻ തുടങ്ങിയ കുറേ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ ഒരു ന്യൂട്രൽ നിലപാടാണ് ഇന്നും ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇരുചേരിയെയും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയതന്ത്രം വിജയം കൈവരിച്ചു എന്ന് പറയുന്നത് 18ാം G20യിലെ ഒരു പ്രധാന നേട്ടമാണ്.
നേട്ടമാണ്. അപ്പോൾ 18-ാം G20യുടെ ഒരു പ്രധാന നേട്ടമെന്ന് പറയുന്നത് ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു ചേരിയെയും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുന്നതിൽ ഇന്ത്യൻ വിദേശ നയതന്ത്രം വിജയം കൈവരിച്ചു എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു നേട്ടമായി. കാരണം മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഒരു അപവാദവും ഇതിൻ്റെ പേരിൽ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ നടത്താനോ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ ആ പ്രസ്താവന, ആ സംയുക്ത പ്രസ്താവന, ലോക നേതാക്കളെ കൊണ്ടെടുപ്പിച്ച ആ സംയുക്ത പ്രസ്താവന എന്ന് പറയുന്നത് ഡൽഹി ഡിക്ലറേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡൽഹി ഡിക്ലറേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡൽഹി ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് 18-ാം G20യുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സംയുക്ത പ്രസ്താവന എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ ഡൽഹി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാന നേട്ടമായി കണക്കാക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത് ആരാണെന്നൊക്കെ അറിയാം. നമുക്ക് എസ് ജയശങ്കർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ തയ്യാറാക്കിയതും അത് പ്രഖ്യാപിക്കപ്പെട്ടതും. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് എന്താണ്? ആഫ്രിക്കൻ യൂണിയൻ എന്ന സംഘടനയ്ക്ക് G20യിൽ എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു? ഒരു സ്ഥിര അംഗത്വം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് G20യിൽ ഒരു സ്ഥിര അംഗത്വം നൽകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രധാന നേട്ടമാണ്. കാരണം 55 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്രിക്കൻ യൂണിയനും കൂടി ഇതിലേക്ക് വരുമ്പോൾ തന്നെയാണ് ലോകത്തിൻ്റെ 80% ആഭ്യന്തര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായി ഈ G20 വളർന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന 2009 നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഫ്രിക്കൻ യൂണിയന് സ്ഥിരാംഗത്വം നൽകുന്നതിൽ മുൻപന്തിയിൽ നിന്ന രാജ്യമാണ് ഇന്ത്യ. അതിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് നരേന്ദ്രമോദി. അതിന് നേതൃത്വം നൽകിയ ലോക നേതാവാണ് ആരെന്ന് പറയുന്നത് നരേന്ദ്ര മോദി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഇന്ത്യയുടെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ്. ക്ലിയർ ആണ്? അപ്പോൾ രണ്ട് നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, മൂന്നാമത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ അറിയാം ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആഗോള താപനത്തിൻ്റെ ഒരു പ്രത്യാഘാതമാണ്. ഓക്കെ, അപ്പോൾ ആഗോള താപനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കൂടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗമാണ്. നമുക്കറിയാം ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്രോളിയം, അതുപോലെ തന്നെ ഡീസൽ, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഡീസൽ, അതുപോലെ തന്നെ മണ്ണെണ്ണ, കൽക്കരി തുടങ്ങിയവയുടെ അമിതമായ ഉപയോഗമാണ് ഇതിനകത്ത് പ്രധാനമായും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാർബൺ പുറന്തള്ളപ്പെടുന്ന ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നത് മാത്രമായി ഇതിനെ അശാശ്വതമായ ഒരു പരിഹാരമായി നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ വലിയൊരു ചർച്ച നടക്കുകയും ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്ന ഒരു പുതിയ അന്താരാഷ്ട്ര സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു 18-ാം G20 സമ്മേളനത്തിൽ വെച്ച്. അപ്പോൾ 18-ാം G20 സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി പറയാവുന്നത് ആഗോള താപനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയൊരു അന്താരാഷ്ട്ര സംഘടനയായ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന സംഘടന രൂപീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ് ഗ്ലോബൽ ബയോഫ്യൂവൽ എന്ന് പറയുന്നത്? നമുക്കറിയാം ജൈവ ഇന്ധനമാണ്. എന്താണ് ജൈവ ഇന്ധനം? അപ്പോൾ ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്നതിനും ലോകരാജ്യങ്ങളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ക്രമേണ കുറച്ചുകൊണ്ട് ആഗോള താപനത്തിൽ G20 എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ലോകത്തിന് ഉറപ്പ് നൽകുന്ന ഒരു സമ്മേളനമായിരുന്നു 18-ാം G20 സമ്മേളനം. അപ്പോൾ അതും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രധാന നേട്ടമായി കണക്കാക്കാം. ഓക്കെ, ഇനി നാലാമത് ഒരു നേട്ടമെന്ന് പറയുന്നത് നമുക്കറിയാം പാകിസ്ഥാനിലൂടെ ചൈന യൂറോപ്പിലേക്കും അതുപോലെ തന്നെ മധ്യ ഏഷ്യയിലേക്കുമായി ഒരു റോഡ് മാർഗം ഒരു എക്കണോമിക് കോറിഡോർ പണിയുന്നുണ്ട്. ആ എക്കണോമിക് കോറിഡോറിൽ ഇന്ത്യ ഭാഗമല്ല. അപ്പോൾ അതിന് ബദലായിക്കൊണ്ട് ഇന്ത്യ 18-ാം G20 സമ്മേളനത്തിൽ ഒരു പുതിയ സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചു. അത് ഇന്ത്യയെയും മധ്യ ഏഷ്യയെയും അല്ലെങ്കിൽ പശ്ചിമേഷ്യയെയും അതുപോലെ തന്നെ യൂറോപ്പിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിക്കുന്നതിൽ ഇന്ത്യയുടെ ഭരണകൂടം വിജയം കൈവരിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച ആ സാമ്പത്തിക ഇടനാഴിയുടെ പേരാണ് IMEEC.
എന്താണ് IMEEC, അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. എന്താണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, അതാണ് എൻ്റെ ഫുൾ ഫോം, അത് മറന്നു പോകരുത്. അപ്പോൾ ഇന്ത്യയെയും മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് 18ാം G20 സമ്മേളനത്തെ സംബന്ധിച്ച് വലിയൊരു പ്രഖ്യാപനം. അപ്പോൾ ഇന്ത്യക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും അമേരിക്കയുമായും ഒക്കെ വ്യാപാര ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു വ്യാപാര പാതയാണ് ഈ IMEEC എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ IMEEC എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രധാനമായും ബോംബെയിലെ മുദ്ര തുറമുഖത്ത് നിന്നും മറ്റുമൊക്കെ ഈ ചരക്ക് കപ്പലുകൾ നേരെ പോകുന്ന, ഞാൻ മാപ്പിനകത്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, നേരെ പോകുന്ന UAE പോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ സൗദി അറേബ്യയിൽ കയറും. സൗദി അറേബ്യയിൽ നിന്ന് ട്രെയിൻ മാർഗം മറ്റും അത് നേരെ ഇസ്രായേലിലേക്ക് പോകും, ജോർദാനിലേക്ക് കയറും. ജോർദാനിൽ നിന്ന് നേരെ ഇസ്രായേലിൽ നിന്ന് നേരെ ഇസ്രായേലിൻ്റെ തുറമുഖത്തേക്ക് എത്തും. അപ്പോൾ ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്ത് എത്തിയതിന് ശേഷം അവിടെ നിന്ന് മെഡിറ്ററേനിയൻ സീ വഴി നേരെ അത് ഗ്രീസിലേക്കും, അവിടെ നിന്ന് നേരെ ഇറ്റലി, അത് കഴിഞ്ഞിട്ട് ജർമ്മനി, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസ്, ഈ രാജ്യങ്ങളിലേക്ക് പോവുകയും അങ്ങനെ യൂറോപ്പിനുമായി ബന്ധപ്പെടും. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ, ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ഓക്കെ, ഈ രാജ്യങ്ങളാണ് ഇതിനകത്ത് നേരിട്ട് ബന്ധപ്പെടുന്നത്. ബാക്കി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇന്ത്യയുമായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യവുമായും അമേരിക്കയുമായും ഉള്ള വ്യാപാര ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്ന ഒരു സുപ്രധാനമായ സാമ്പത്തിക ഇടനാഴിയായി ഈ IMEEC മാറുമെന്നുള്ളതിൽ വലിയ സംശയമൊന്നും ഇല്ല. അങ്ങനെ IMEECയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നതും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നേട്ടമായിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിനകത്ത് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 18ാം G20 സമ്മേളനത്തിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഒന്നെന്ന് പറയുന്നത് ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുന്നതിൽ ഇന്ത്യയുടെ വിദേശ നയതന്ത്രം വിജയിച്ചു. അതിൻ്റെ അത് ഏത് പേരിൽ അറിയപ്പെടുന്നു വെച്ചാൽ ഡൽഹി ഡിക്ലറേഷൻ. രണ്ട് എന്ന് പറയുന്നത് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന 55 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു വലിയ സംഘടന കൂടി ഈ G20യുടെ ഭാഗമാകുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് എടുത്തു പറയത്തക്ക മറ്റൊരു നേട്ടമാണ്. മൂന്ന് എന്ന് പറയുന്ന ആഗോള താപനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അന്താരാഷ്ട്ര സംഘടന, അതായത് ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് എന്ന് പറയുന്നത് GBA എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. GBA, ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിൽ ഇന്ത്യ നേതൃത്വം നൽകി. അത് ഇന്ത്യയുടെ ഒരു നേട്ടമായി കണക്കാക്കാം. അതായത് ആ ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നാലാമത്തേന്ന് പറയുന്നത് ഇന്ത്യയും പശ്ചിമേഷ്യയും, അതായത് മധ്യേഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയൊരു സാമ്പത്തിക ഇടനാഴിയായ IMEECയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നതും ഇന്ത്യയുടെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമായി നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം, ഒരു വർഷം കാലം നീണ്ടു നിന്ന ഒരു വലിയ മഹാസമ്മേളനമാണ് ഈ G20 സമ്മേളനം എന്ന് പറയുന്നത്, 18ാം G20 സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 18ാം G20 സമ്മേളനത്തിൽ നമ്മൾ സെപ്റ്റംബർ 9, 10 തീയതികളിൽ ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനമാണ് നടന്നത് എന്ന് പറഞ്ഞിട്ടു. ഓക്കെ, അപ്പോൾ ഈ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിന് മുന്നോടിയായി ഏതെല്ലാം മേഖലകളിൽ എന്തൊക്കെ ചർച്ചകൾ, എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് സംബന്ധിച്ച് വിവിധ തലത്തിലുള്ള വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റുകൾ സംഘടിപ്പിക്കപ്പെട്ടു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ട ചില പ്രധാന വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റുകൾ, അവയുടെ വേദികൾ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും PSCയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഷെർപ്പ സമ്മേളനം എന്നാണ് പറയുന്നത്. ഷെർപ്പ, അപ്പോൾ എന്താണ് ഷെർപ്പ എന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തിൻ്റെയോ ഒരു രാജ്യത്തലവൻ്റെയോ പ്രതിനിധിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഷെർപ്പ. ഇപ്പോൾ ഹിമാലയം മലകയറ്റം സഹായിക്കുന്നവരെയും അതൊരു വിനോദമാക്കി കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം നേപ്പാളിലുണ്ട്. അവരെയും നമ്മൾ ഷെർപ്പാസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ആ ഷെർപ്പ അല്ല ഇവിടെ മീൻ ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടുത്തെ ഷെർപ്പ മീൻസ് എന്താണ്? ഒരു രാജ്യത്തിൻ്റെയോ ഒരു രാഷ്ട്ര തലവൻ്റെയോ പ്രതിനിധി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യൻ ഷെർപ്പ എന്നോ
അമേരിക്കൻ ഷെർപ്പ എന്നോ അല്ലെങ്കിൽ ചൈനയുടെ ഷെർപ്പ എന്നോ അതല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ്റെ ഷെർപ്പ എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഋഷി സുനാക്കിൻ്റെ ഷെർപ്പ എന്നോ ആയിരിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇപ്പോൾ ചേഞ്ചായി, എന്നിരുന്നാലും അന്ന് ഋഷി സുനാക്ക് ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പോൾ അങ്ങനെ ഉള്ള പ്രതിനിധികളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഷെർപ്പ. അപ്പോൾ ഇന്ത്യൻ ഷെർപ്പയായി നിയമിക്കപ്പെട്ടിരുന്ന ആരെയാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ അമിതാഭ് കാന്ത് ആണ്. ആരാണത്? അമിതാഭ് കാന്ത്. അപ്പോൾ അമിതാഭ് കാന്ത് ആരാണെന്ന് അറിയാം. നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ CEO ആണ്. ആരെന്ന് പറയുന്നത്? അമിതാഭ് കാന്ത്. നീതി ആയോഗിൻ്റെ ആദ്യ CEO അല്ല, രണ്ടാമത്തെ CEO. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാനും അല്ല, രണ്ടാമത്തെ വൈസ് ചെയർമാനും അല്ല. ആരാണത്? രണ്ടാമത്തെ CEO ആണ് നീതി ആയോഗിൻ്റെ. ആരാണ്? അമിതാഭ് കാന്ത്. നീതി ആയോഗിൻ്റെ ആദ്യ CEO നമുക്കറിയാം സിന്ധുശ്രീ ഖുല്ലറാണ്. ഓക്കെ, ഇപ്പോഴത്തത് BVR സുബ്രഹ്മണ്യമാണ്. അത് നമ്മൾ വേറെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ അമിതാഭ് കാന്ത് എന്ന് പറയുന്ന ആളായിരുന്നു ഇന്ത്യയുടെ ഷെർപ്പയായി നിയമിക്കപ്പെട്ടിരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനകത്ത് ഒരു മാറ്റവും വരുത്തരുത്. അപ്പോൾ ഇന്ത്യൻ ഷെർപ്പയെ നിയമിച്ചിരുന്ന ആരെ എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? അമിതാഭ് കാന്ത്. അപ്പോൾ ഇന്ത്യൻ ഷെർപ്പ സമ്മേളനത്തിന് അധ്യക്ഷനായത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് വരുമോ? ഇല്ല. അപ്പോൾ അതിനും ആൻസർ എന്ത് തന്നെയാണ്? അമിതാഭ് കാന്ത്. അപ്പോൾ ഇന്ത്യൻ ഷെർപ്പ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഷെർപ്പയായിരുന്നത് ആരാണോ അദ്ദേഹമായിരിക്കും ഷെർപ്പ സമ്മേളനത്തിന് അധ്യക്ഷതയും വഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഷെർപ്പ സമ്മേളന അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി എന്ന് എഴുതരുത്. പക്ഷേ ഇന്ത്യയിലെ G20 സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി. പക്ഷേ ഷെർപ്പയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ അമിതാഭ് കാന്ത്. ക്ലിയർ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഷെർപ്പ സമ്മേളനം പ്രധാനമായും 4 സ്ഥലങ്ങളിലാണ് നടന്നിട്ടുള്ളത്. എത്ര സ്ഥലങ്ങളിലാണ്? 4 സ്ഥലങ്ങൾ. ആ 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊരു ഓർഡറിൽ നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ആ 4 സ്ഥലങ്ങൾ ഇങ്ങനെയാണ്: 1 ഉദയ്പൂർ, 2 കുമരകം, 3 ഹംപി, 4 ഗുരുഗ്രാം. ഏതൊക്കെയാണ്? ഒന്നുകൂടെ പറയുന്നു. ഉദയ്പൂർ, കുമരകം, ഹംപി, 4ാമത്തെ ഏതാണ്? ഗുരുഗ്രാം എന്നാണ്. ഒരു സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഗുരുഗ്രാം എന്ന് വായിച്ചോളണം. ഓക്കെ, ഗുരുഗ്രാം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, എവിടെയൊക്കെയാണ് ആദ്യത്തെ ഷെർപ്പ സമ്മേളനം നടന്നത്? ഉദയ്പൂർ. രണ്ടാമത്തെ നടക്കുന്നത് കുമരകത്ത്, മൂന്നാമത്തെ നടക്കുന്നത് ഹംപിയിൽ, 4ാമത് നടക്കുന്നത് ഗുരുഗ്രാമിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ കുമരകം ഷെർപ്പ സമ്മേളനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷെർപ്പ സമ്മേളനത്തിൽ 2ാമത്തെ ഉച്ചകോടി നടക്കുന്നത് കേരളത്തിലെ കുമരകത്താണ് എന്ന് ഓർത്തു വെച്ചാൽ. അപ്പോൾ കുമരകം ഷെർപ്പ സമ്മേളനത്തിന് അധ്യക്ഷനായത് ആര് എന്ന് PSCയുടെ ഒരു ചോദ്യമുണ്ട്. അതിന് ആൻസർ എന്തായിരിക്കും? അപ്പോൾ അമിതാഭ് കാന്ത്. അപ്പോൾ കേരളം വേദിയായ ഒരു പ്രധാന G20 സമ്മേളനം എന്ന് പറയുന്നത് എന്ത് സമ്മേളനമാണ്? സെക്കൻഡ് ഷെർപ്പയാണ്. സെക്കൻഡ് ഷെർപ്പ സമ്മേളനമാണ് എന്ന് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ 2ാമത്തെ ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം അല്ലെങ്കിൽ കേരളത്തിലെ എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കുമരകം എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുമരക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അമിതാഭ് കാന്ത്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ ഷെർപ്പ സമ്മേളനത്തിൻ്റെ വേദികൾ ഓർഡറിൽ പറഞ്ഞാൽ എങ്ങനെ പറയും നമ്മൾ? ഉദയ്പൂർ, കുമരകം, ഹംപി. ഹംപി എവിടെയാണെന്ന് നമുക്കറിയാം, കർണാടകത്തിലാണ് ഹംപി. അപ്പോൾ 3ാം ഷെർപ്പ സമ്മേളനം എന്ന് ചോദിച്ചാൽ നമ്മൾ ഹംപി. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ പരീക്ഷയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ നല്ല കടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാം: ഷെർപ്പ സമ്മേളനവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഷെർപ്പ സമ്മേളനത്തിൻ്റെ വേദികളല്ലാത്തത് ഏത്, അല്ലെങ്കിൽ വേദികളായ സ്ഥലങ്ങൾ ഇവയിൽ ഏതെല്ലാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പ്രധാനമായി ഓർക്കേണ്ട ഒരു സമ്മേളനമാണ് ഷെർപ്പ സമ്മേളനം. അതിൻ്റെ വേദികൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഏതൊക്കെയാണ്? ഉദയ്പൂർ, കുമരകം, ഹംപി, ഗുരുഗ്രാം. ക്ലിയർ ആണല്ലോ? ഓക്കെയാണ്. ശരി, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് 2ാമത്തെ ഒരു സമ്മേളനം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് സമ്മേളനമാണ്. ഡെവലപ്മെന്റ് സമ്മേളന വേദി. ഡെവലപ്മെന്റ് അപ്പോൾ നമ്മൾ പ്രധാന സമ്മേളനം എന്താണ്? വർക്കിംഗ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിന്റെ വേദികൾ ഏതെല്ലാം എന്ന് വെച്ചാൽ മുംബൈ, കുമരകം, ഗോവ, ന്യൂഡൽഹി. അപ്പോൾ ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ വേദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മുംബൈ, കുമരകം, ഗോവ, ന്യൂഡൽഹി. അപ്പോൾ ഇവിടെയും വന്ന് കിടക്കുന്നു കുമരകം. അപ്പോൾ കുമരകം വേദിയാകുന്ന 2ാമത്തെ G20 സമ്മേളനമാണ് സെക്കൻഡ് ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ്. അപ്പോൾ സെക്കൻഡ് വികസന സമ്മേളനം വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വികസനവുമായി ബന്ധപ്പെട്ട 2ാമത്തെ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ് നടക്കുന്നത് കേരളത്തിലാണ്. അത് കുമരകത്താണ്. അപ്പോൾ കുമരകം വേദിയായ 2 G20 സമ്മേളനങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെർപ്പ സമ്മേളനം, 2ാമത്തെ സെക്കൻഡ് ഡെവലപ്മെന്റ് സമ്മേളനം. അത് രണ്ടും നിങ്ങൾ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡെവലപ്മെന്റിന് വേദിയായ കേരളത്തിലെ സ്ഥലം ചോദിച്ചാൽ അത് കുമരകം. അതിൻ്റെ 4 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വരിക? മുംബൈയിൽ ആദ്യത്തേത്, 2ാമത്തെ കുമരകത്ത്, 3ാമത്തത് ഗോവയിൽ, 4ാമത്തത് ന്യൂഡൽഹിയിലുമായിട്ടാണ് അത് നടത്തിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് 3ാമത് 18ാം G20 മറ്റൊരു പ്രധാനപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ് എന്ന് പറയുന്നത് ഫ്രെയിം വർക്ക് ഒരു ചട്ടക്കൂടാണ്. അപ്പോൾ ഫ്രെയിം വർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ് എന്ന് പറയുന്നതിൻ്റെ വേദികളായത് ഏതെല്ലാം സ്ഥലങ്ങളാണെന്ന് ചോദിച്ചാൽ 1ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ബംഗളൂരു, 2ാമത്തെ നടക്കുന്നത് ചെന്നൈ, 3ാമത്തെ നടക്കുന്നത് കൊച്ചി, 4ാമത്തെ നടക്കുന്നത് എവിടെയാണ്? റായ്പൂർ. ഓക്കെ, അപ്പം
ബംഗളൂരു, ചെന്നൈ, കൊച്ചി, റായ്പൂർ. ഓക്കെ, നമ്മൾ സൗത്ത് ഇന്ത്യയിലെ 3 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? ബംഗളൂരും, ചെന്നൈയും, കൊച്ചിയും, റായ്പൂറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഓർക്കേണ്ട പ്രധാന സംഭവം എന്ന് പറയുന്നത് കൊച്ചിയാണ്. കേരളത്തിലെ മറ്റൊരു പ്രധാന നഗരമാണ് എന്ന് പറയുന്നത് കൊച്ചി. അപ്പോൾ കൊച്ചി വേദിയായ G20 ഉച്ചകോടി ഇവയിൽ ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഫ്രെയിം വർക്ക്. ഏതാണ്? ഫ്രെയിം വർക്ക് അല്ലേ? ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പോൾ കൊച്ചി വേദിയായ പ്രധാന G20 സമ്മേളനം എന്ന് പറയുന്നത് ഏതാണ്? ഫ്രെയിം വർക്ക് സമ്മേളനമാണ്. അത് എത്രാം ഫ്രെയിം വർക്ക്? തേർഡ്. എത്രാമത്തെയാണ്? തേർഡ്. അപ്പോൾ തേർഡ് ഫ്രെയിം വർക്ക് സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ നഗരം അല്ലെങ്കിൽ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കൊച്ചിയാണ്. മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഫ്രെയിം വർക്കിനെ നമ്മളിവിടെ ഓർക്കേണ്ടി വരുന്നത്. അപ്പോൾ ഫ്രെയിം വർക്കിന് വേദിയായ കേരളത്തിലെ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? കൊച്ചി. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ റായ്പൂർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ്. ഏത് പറയുന്നത്? റായ്പൂർ. അപ്പോൾ 4ാമത്തെ ഫ്രെയിം വർക്ക് മീറ്റ് നടക്കുന്നത് റായ്പൂരിലാണ്, ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, 1ാമത്തെ നടക്കുന്നത് ബംഗളൂരു, 2ാമത്തെ നടക്കുന്നത് ചെന്നൈയിൽ, 3ാമത്തെ നടക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ കൊച്ചിയിൽ, 4ാമത്തെ നടക്കുന്നത് റായ്പൂരിലാണ്. മറക്കരുത്. നമ്മൾ 3 സമ്മേളനങ്ങൾ പഠിച്ചു. 1 എന്ന് പറയുന്നത് ഷെർപ്പ, 2 എന്ന് പറയുന്നത് ഡെവലപ്മെന്റ്, 3 എന്ന് പറയുന്നത് ഫ്രെയിം വർക്ക്. ക്ലിയർ ആണല്ലോ? ഇത് 3ഉം നിങ്ങളങ്ങ് ബൈഹാർട്ട് ചെയ്തോളുക. 4ാമതായി ഓർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമ്മേളനമാണ് ടൂറിസം സമ്മേളനം. വിനോദസഞ്ചാര മേഖലയിലെ പ്രശ്നങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, അവയെക്കുറിച്ചുള്ള ലോകരാജ്യങ്ങളുടെ കാഴ്ചപ്പാട് ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളന വേദിയായിരിക്കും ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. അപ്പോൾ അങ്ങനെ നടന്ന ഇന്ത്യയിലെ ടൂറിസം പ്ലേസുകളുമായി അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് 1 റാൻ ഓഫ് കച്ച്, വെരി ഇമ്പോർട്ടൻ്റ്. 2 എന്ന് പറയുന്നത് സിലിഗുരി ഓർ ഡാർജിലിംഗ്, സിലിഗുരി ആൻഡ് ഡാർജിലിംഗ് 2 സ്ഥലങ്ങളാണ്. സിലിഗുരി. ദെൻ 3ാമത്തെ നടക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ശ്രീനഗർ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ശ്രീനഗർ, ജമ്മു കാശ്മീരിലെ ശ്രീനഗർ. ദെൻ 4ാമത്തെ നടക്കുന്നത് ഗോവ. അപ്പോൾ ഇന്ത്യയിലെ 4 പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളാണ് ഈ പറയുന്നത്. 1 റാൻ ഓഫ് കച്ച്, നമുക്കറിയാം ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം പ്ലേസ് ആണ് റാൻ ഓഫ് കച്ച്. ഓക്കെ, പാകിസ്ഥാൻ ബോർഡറിൽ വരുന്നതാണ് റാൻ ഓഫ് കച്ച്. 2 എന്ന് പറഞ്ഞാൽ സിലിഗുരി, ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാളിലെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് സിലിഗുരി ആൻഡ് ഡാർജിലിംഗ്. അവിടെയാണ് 2ാമത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുന്നത്. 3ാമത്തെ നടക്കുന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ്. ശ്രീനഗർ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതാണെന്ന് പലരും വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ശ്രീനഗർ. ലോകത്തിന് മുമ്പിൽ കവാടം അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ തുറന്നു കിട്ടിയിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ അടഞ്ഞു കിടന്ന ഒരു സ്ഥലമാണ് ശ്രീനഗർ. അപ്പോൾ ഈ ശ്രീനഗർ സമ്മേളനവുമായി കഴിഞ്ഞ ശേഷം ലോക നേതാക്കളും അതിനോട് പ്രതികരിച്ചതെന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരന്വേഷിച്ചത്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഇന്ത്യക്ക് ലഭിച്ച ഒരു അവസരവും കൂടിയാണ് ഈ 18ാം G20 സമ്മേളനത്തിലെ തേർഡ് ടൂറിസം മീറ്റ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, 4ാമത്തെ സമ്മേളനം നടന്നിരുന്നത് എവിടെയാണ്? ഗോവ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് 18ാം G20യിൽ 3ാമത്തെ ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിന് വേദിയായ സ്ഥലം ചോദിച്ചാൽ ആൻസർ എന്താണ്? ശ്രീനഗറാണ്. നിങ്ങൾ ഒരു കാരണവശാലും അത് മറന്നുപോയത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീനഗർ എന്ന് പറയുന്ന സമ്മേളനം. അപ്പോൾ ടൂറിസം സമ്മേളനത്തിൻ്റെ വേദികൾ ഓർഡറിൽ പറഞ്ഞത് നമ്മൾ എങ്ങനെ പറയും? റാൻ ഓഫ് കച്ച്, സിലിഗുരി, ഡാർജിലിംഗ്, ശ്രീനഗർ, ഗോവ. ഒന്നുകൂടെ പറയുന്നു, റാൻ ഓഫ് കച്ച്, സിലിഗുരി, ഡാർജിലിംഗ്, ശ്രീനഗർ, ഗോവ. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഗുജറാത്തിലാണെന്ന്, നേരെ സിലിഗുരി, ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിൽ, ശ്രീനഗർ, ദെൻ ഗോവ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഇത് ഓർത്തെടുത്തോളാം. ഇനി നമുക്കറിയേണ്ടത് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ്, പരിസ്ഥിതി കാലാവസ്ഥ. വളരെ ലോകം ഇന്ന് വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ് പരിസ്ഥിതി കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് G20 രാജ്യങ്ങൾക്ക് വളരെയധികം നിർണായക സ്വാധീനമാണ് ഈ മേഖലയിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ട്. പ്രധാനമായി 4 വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടത്. അതിലെ 1ാമത്തെ സമ്മേളനം നടക്കുന്നത് ബംഗളൂരുവിലാണ്, 2ാമത്തെ നടക്കുന്നത് ഗാന്ധിനഗറിലാണ്, 3ാമത്തെ നടക്കുന്നത് മുംബൈയിലും, 4ാമത്തത് ചെന്നൈയിലുമാണ്. ഈ സ്ഥലങ്ങൾ ഇത് PSC ഒരു പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. പ്രഥമ എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് കോൺഫറൻസിന് വേദിയായ G20യിൽ എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റുമായി സമ്മേളന വേദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രഥമ വേദിയാണ് ചോദ്യം. ആൻസർ ബംഗളൂരു എന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോളണം. ഒരിക്കൽ കൂടി പറയുന്നു, 18ാം G20 സമ്മേളനവുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് സമ്മേളന വേദികളായത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? ബംഗളൂരു, ഗാന്ധിനഗർ, മുംബൈ, ചെന്നൈ. ഒന്നുകൂടെ പറയുന്നു, ബംഗളൂരു, ഗാന്ധിനഗർ, മുംബൈ, ചെന്നൈ. നിങ്ങൾ അത് വേണമെങ്കിൽ BGMC എന്നോ അങ്ങനെ എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് പഠിക്കാം. ഓക്കെ, ബംഗളൂരു, ഗാന്ധിനഗർ, മുംബൈ, ചെന്നൈ എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ആദ്യം നടക്കുന്നത് എവിടെയാണ്? ബംഗളൂരു, 2ാമത് നടക്കുന്നത് ഗാന്ധിനഗർ, 3ാമത് നടക്കുന്നത് മുംബൈ, 4ാമത് നടക്കുന്നത് ചെന്നൈ. ഓക്കെ.
ക്ലിയർ ആണ്. മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓർക്കേണ്ട പ്രധാന സമ്മേളനം ഗ്ലോബൽ എംപവർമെൻ്റ് ആണ്. ആഗോള ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമ്മേളനമാണ് ആഗോള ശാക്തീകരണം. ഓക്കെ, ആഗോള ശാക്തീകരണം എന്ന് പറയുന്നത് നമുക്കറിയാം അതിലെ 3 സമ്മേളനങ്ങളാണ് G20യുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിൽ ഒന്നാമത്തെ നടക്കുന്നത് ആഗ്രയിലാണ്. ഓക്കെ, ആഗ്ര. ഓക്കെ, ഇനി ആഗ്ര UP-യിലാണ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ നടക്കുന്നത് ഗാന്ധിനഗർ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഗുജറാത്തിലാണ് ഗാന്ധിനഗർ എന്ന് എല്ലാവർക്കും അറിയാം. ആഗ്ര UP-യിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, തിരുവനന്തപുരം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരത്തേക്ക് എന്താ വന്നിരിക്കുന്നു? ഒരു G20 വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം വേദിയായ പ്രധാനപ്പെട്ട ഒരു G20 വർക്കിംഗ് ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് ഗ്ലോബൽ എംപവർമെന്റ്. ഏതാണ്? ഗ്ലോബൽ എംപവർമെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ്. അപ്പോൾ ഗ്ലോബൽ എംപവർമെന്റിന് വേദിയായ 3 സ്ഥലങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അത് 1 എന്ന് പറയുന്നത് ആഗ്ര, 2 എന്ന് പറയുന്നത് തിരുവനന്തപുരം, 3 എന്ന് പറയുന്നത് ഗാന്ധിനഗർ. അപ്പോൾ കേരളം വേദിയായ 3 സമ്മേളനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ കേരളം വേദിയായ 1 എന്ന് പറയുന്നത് സെക്കൻഡ് ഷെർപ്പ അല്ലേ, സെക്കൻഡ് ഷെർപ്പ സമ്മേളനം. 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഡെവലപ്മെന്റ് അല്ലേ, സെക്കൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, മൂന്നാമത്തെ എന്ന് പറയുന്നത് തേർഡ് എന്താണ്? ഫ്രെയിം വർക്ക്. തേർഡ് ഫ്രെയിം വർക്ക്. നാലാമതായി ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. നാലാമത്തെ ഏതാണ്? നാലാമത്തെ ഗ്ലോബൽ എംപവർമെന്റ്. ഏത്? സെക്കൻഡ് ഗ്ലോബൽ എംപവർമെന്റ് സമ്മേളനം നടന്നിരിക്കുന്നതും കേരളത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തെടുത്തോളണം. ഇനി മറ്റൊരു സമ്മേളനം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിൻ്റെ വേദി. പ്രഥമ ഹെൽത്ത്, ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം ലോകത്ത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ ലോകത്തിൽ തന്നെ മാതൃകയായി കേരളം മാറി എന്നൊക്കെ നമ്മൾ വാർത്തകളിലും മറ്റുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആരോഗ്യ മേഖലയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ് എന്ന് ഓർത്ത് വെച്ചോളണം. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്രഥമ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അതുപോലെ തന്നെ ഫസ്റ്റ് മെഡിക്കൽ വാല്യൂ ടൂറിസം നമ്മുടെ ആയുർവേദ ടൂറിസവും അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസവും ഒക്കെ രാജ്യത്ത് വളരെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലോകത്തിലാകമാനം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള മെഡിക്കൽ വാല്യൂ ടൂറിസവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സമ്മേളനത്തിന് വേദിയാകത് നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ്. പക്ഷേ അതെവിടെയാണ്? കോവളത്താണ് നടന്നിട്ടുള്ളത്. അപ്പോൾ കോവളം വേദിയായ ഒരു G20 സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഫസ്റ്റ് മെഡിക്കൽ വാല്യൂ ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ് ആണെന്ന് നിങ്ങൾ ഈ കൂട്ടത്തിൽ ഓർത്തിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് 3 G20 സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് 1 എന്ന് പറയുന്നത് സെക്കൻഡ് ഏതാണ്? ഗ്ലോബൽ എംപവർമെന്റ്, സെക്കൻഡ് ഗ്ലോബൽ എംപവർമെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ്. രണ്ടാമത്തെ ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്? മെഡിക്കൽ വാല്യൂ ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ്. ക്ലിയർ ആണല്ലോ? ഇത് 3 നിങ്ങൾ മറന്നു പോകരുത്. തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൽ മൊത്തം നടന്നിട്ടുള്ള G20 വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റുകളുടെ എണ്ണം നമ്മൾ മൊത്തം എത്ര പറയാം? നമുക്ക് 6 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 6 എണ്ണം ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് പിന്നീട് പഠിക്കുന്ന കൂട്ടത്തിൽ അതിനെ വേറൊരു സ്ലൈഡാക്കി അല്ലെങ്കിൽ വേറൊരു ചാർട്ടാക്കി നിങ്ങൾക്ക് അതിനെ പഠിക്കാം. കേരളത്തിൽ നടന്ന G20 വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റുകൾ. അപ്പോൾ 1 എന്ന് പറയുന്നത് സെക്കൻഡ് ഷെർപ്പ സമ്മേളനം, സെക്കൻഡ് ഡെവലപ്മെൻറ്റ് സമ്മേളനം, തേർഡ് ഫ്രെയിം വർക്ക് സമ്മേളനം, അതുപോലെ തന്നെ സെക്കൻഡ് ഗ്ലോബൽ എംപവർമെൻറ്റ് സമ്മേളനം, അതുപോലെ തന്നെ ഫസ്റ്റ് മെഡിക്കൽ വാല്യൂ സമ്മേളനം, അതുപോലൊപ്പം തന്നെ ഫസ്റ്റ് മെഡിക്കൽ ഹെൽത്ത് സമ്മേളനം, ഫസ്റ്റ് മെഡിക്കൽ വാല്യൂ ടൂറിസം സമ്മേളനം. ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അതിനകത്ത് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു. ഇനി നമുക്ക് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സമ്മേളനം ഫസ്റ്റ് Y20 സമ്മേളനം. Y20 മീൻസ് യൂത്ത് 20 സമ്മേളന വേദി എന്ന് പറയുന്നത് വാരണാസിയാണ്. അപ്പോൾ UP-യിലെ വാരണാസിയിലായിരുന്നു Y20 സമ്മേളനം. അപ്പോൾ G20 പോലെ തന്നെയാണ് Y20, യൂത്ത് 20 എന്നാണ് പറയുന്നത്. അപ്പോൾ യൂത്ത് 20 സമ്മേളന വേദി എന്ന് പറയുന്നത് ഏതാണ്? വാരണാസി. എന്നാൽ നിങ്ങളുടെ അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ Y20യുടെ ഒരു പ്രീ സമ്മിറ്റ്, അതിൻ്റെ മുൻകരുതൽ മുന്നോടിയായിട്ട് നടന്ന ഒരു തയ്യാറെടുപ്പ് സമ്മേളനം നടന്നത് ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്ക്. ഓക്കെ, അപ്പോൾ Y20യുടെ ഒരു പ്രീ സമ്മേളനം നടന്നിരിക്കുന്നത് ലേയിലാണ്. ലേ എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം? ലഡാക്കിലാണ്. മറന്നുപോയത്. ഓക്കെ, Y20യുടെ ഫസ്റ്റ് സമ്മേളനം നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വാരണാസി എന്ന് എഴുതിക്കൊള്ളണം. Y20 പ്രീ സമ്മിറ്റിന് വേദിയായ സ്ഥലം ചോദിച്ചാൽ ലഡാക്ക് ആണെന്ന് നിങ്ങൾ ഓർത്തെടുത്തോളണം. ക്ലിയർ ആണല്ലോ? അതും ഓർത്തു വെച്ചു. അപ്പോൾ ജമ്മു കാശ്മീരും G20 സമ്മേളന വേദിയായിട്ടുണ്ട്, ലഡാക്കും G20 സമ്മേളന വേദി ആയിട്ടുണ്ട്. ജമ്മു കാശ്മീർ വേദിയായത് എന്തിനാണെന്ന് ചോദിച്ചാൽ തേർഡ് ടൂറിസം
സമ്മേളനത്തിനാണ് ജമ്മു കാശ്മീർ വേദിയായതെന്ന് ഓർക്കണം. ക്ലിയർ ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പാർലമെന്റ് സ്പീക്കർമാരുടെ 18ാം G20യോടനുബന്ധിച്ച് ഈ G20 രാഷ്ട്രങ്ങളിലെ പാർലമെന്റ് സ്പീക്കർമാരുടെ ഒരു സുപ്രധാന സമ്മേളനം കൂടി ഇതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ 9th എഡിഷൻസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. നിങ്ങൾ ഓർക്കൊള്ളണം. ആ 18ാം G20യുടെ സ്പീക്കർ സമ്മേളന വേദി ന്യൂഡൽഹിയിലാണ് നടന്നിട്ടുള്ളത്. അത് യശോദാഭൂമി കൺവെൻഷൻ സെന്ററിലാണ്. എവിടെയാണ്? യശോദാഭൂമി കൺവെൻഷൻ സെന്ററിലാണ് നടന്നിട്ടുള്ളത്, ന്യൂഡൽഹിയിൽ. ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ച ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നരേന്ദ്ര മോഡിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മറന്നു പോകരുത്. അപ്പോൾ 18ാം G20 സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പാർലമെന്റ് സ്പീക്കർ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരെന്ന് വെച്ചാൽ നരേന്ദ്ര മോഡി. എന്നാൽ പാർലമെന്റ് സ്പീക്കർ സമ്മേളനത്തിന് അധ്യക്ഷനായത് ആരെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഓം ബിർള. ഓക്കെ, അത് മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഓം ബിർള ഉത്തരം വരുന്ന ക്വസ്റ്റിനും നരേന്ദ്രമോദി ഉത്തരം വരുന്ന ക്വസ്റ്റിനും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ 18ാം G20യുമായി ബന്ധപ്പെട്ട പാർലമെന്റ് സ്പീക്കർ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ആര്, അല്ലെങ്കിൽ ഉദ്ഘാടനം നിർവഹിച്ച ആരെന്ന് വെച്ചാൽ ആൻസർ നരേന്ദ്രമോദി എന്നും അത് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായത് ആരെന്ന് ചോദിച്ചാൽ ഓം ബിർളയുമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, നമ്മുടെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. കഴിഞ്ഞ ലോക്സഭ 17ാം ലോക്സഭയിലും ഓം ബിർള തന്നെയാണ്, 18ാം ലോക്സഭയിലും ഓം ബിർള തന്നെയാണ് ലോക്സഭാ സ്പീക്കറായിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ ഇതാണ് 18ാം G20യുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റുകളുടെ ഒരു സമ്മറി. ഇത് ഒരുപാടുള്ളതാണ്. നമ്മൾ വളരെ ചുരുക്കി നമുക്ക് പരീക്ഷയ്ക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതെങ്കിലും നിങ്ങൾ കൃത്യമായി പഠിച്ചെടുത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് PSC പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള മറ്റൊരു ചെറിയൊരു ഭാഗമാണിത്. 18ാം G20യുമായി ബന്ധപ്പെട്ട വിവിധ മന്ത്രിതല സമ്മേളന വേദികൾ. എന്താണ്? 18ാം G20യുമായി ബന്ധപ്പെട്ട വിവിധ മന്ത്രിതല സമ്മേളന വേദികളാണ്. ഓക്കെ, അപ്പോൾ വിവിധ മന്ത്രിതല സമ്മേളന വേദികൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം ആ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട അതായത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ചാർട്ട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് എന്താണ്, അപ്പോൾ നമ്മൾ വിവിധ മന്ത്രിതല സമ്മേളനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വിവിധ എന്ന സ്ഥാനത്ത് ഈ വാക്കുകൾ ഓരോന്നും എടുത്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ 18ാം G20യുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ ഈ വാക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫിക്സ് ചെയ്താൽ അഗ്രികൾച്ചർ മന്ത്രിതല സമ്മേളന വേദി. ഓക്കെ, അതുപോലെ ആ അഗ്രികൾച്ചറിന്റെ സ്ഥാനത്ത് കൾച്ചർ എടുത്താൽ കൾച്ചർ മന്ത്രിതല സമ്മേളന വേദി, അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിതല സമ്മേളന വേദി, വികസന മന്ത്രിതല ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഹെൽത്ത്, അതുപോലെ തന്നെ വിമൺ എംപവർമെന്റ്, വിദേശകാര്യ മന്ത്രിതല, ടൂറിസം മന്ത്രിതല, വിദ്യാഭ്യാസ മന്ത്രിതല, ഡിജിറ്റൽ എക്കോണമി മന്ത്രിതല, എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് മന്ത്രിതല. അപ്പോൾ അങ്ങനെയാണ് അത് വായിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ വിവിധ എന്ന സ്ഥാനത്ത് നമ്മൾ ഈ ഓരോ വാക്കും എടുത്ത് വെച്ചതിന് ശേഷം ചേർത്ത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18ാം G20യുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ മന്ത്രിതല സമ്മേളന വേദി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഹൈദരാബാദ്. അപ്പോൾ കൾച്ചർ മന്ത്രിതല സമ്മേളന വേദി എന്ന് പറയുന്നത് വാരണാസി. ഓക്കെ, ദെൻ ഡെവലപ്മെന്റ് മന്ത്രിതല സമ്മേളന വേദി എന്ന് പറയുന്നതും വാരണാസി. അപ്പോൾ വാരണാസി വേദിയായ 2 മന്ത്രിതല സമ്മേളനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് കൾച്ചറും ഡെവലപ്മെന്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അഗ്രികൾച്ചർ നടന്നത് ഹൈദരാബാദ്, കൾച്ചർ എന്ന് പറയുന്നത് വാരണാസി, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? വാരണാസി. ഇനി ഹെൽത്ത് നടന്നത് ഗാന്ധിനഗറിൽ, വിമൻ എംപവർമെന്റ് നടന്നത് ഗാന്ധിനഗർ. ഇതിൽ പരീക്ഷ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള വിമൻ എംപവർമെന്റ് മന്ത്രിതല സമ്മേളനത്തിന്റെ വേദിയാണ് ചോദിച്ചത്. ആൻസർ വാസ് ഗാന്ധിനഗർ. ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഗാന്ധിനഗർ വേദിയായ 2 മന്ത്രിതല സമ്മേളനം, ഒന്ന് ഹെൽത്ത്, 2 എന്ന് പറയുന്നത് വിമൻ എംപവർമെന്റ്. വനിതാ ശാക്തീകരണ സമ്മേളനം അല്ലേ, വനിതാ ശാക്തീകരണ മന്ത്രി. അന്ന് വനിതാ ശിശു വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി ആയിരുന്നു. ഇന്ന് മാറ്റമുണ്ട്. ഓക്കെ, ഇന്ന് അന്നപൂർണ്ണ ദേവിയാണ്, ഓർത്തു വെച്ചോളണം. അപ്പോൾ ഈ വനിതാ ശാക്തീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഗാന്ധിനഗർ ഇൻ ഗുജറാത്ത്. ക്ലിയർ ആണല്ലോ. ഇനി വിദേശകാര്യ മന്ത്രിതല നമ്മൾ ഓർമ്മിക്കാം. വിദേശകാര്യം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സ്വാഭാവികമായിട്ടും അത് ന്യൂഡൽഹിയിലാണ്. നിങ്ങൾ ഓർത്തോ. വിദേശകാര്യ മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് ഇവിടെ തന്നെയാണ്, ന്യൂഡൽഹി. ടൂറിസത്തിന് വേദിയായത് എവിടെയാണെന്ന് ഓർത്താൽ അത് ഗോവയിലാണ്. ടൂറിസം സമ്മേളനം 4ാമത്തെ വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുന്നതും ഗോവയിലാണ്. ടൂറിസം മന്ത്രിതല സമ്മേളനം നടക്കുന്നതും ഗോവയിലാണ്. ഇനി വിദ്യാഭ്യാസപരമായ മന്ത്രിതല സമ്മേളനം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ്. നിങ്ങൾക്കറിയാം. ആ വിദ്യാഭ്യാസ മന്ത്രിതല സമ്മേളനം നടക്കുന്നത് പൂനെയിലാണ്, മഹാരാഷ്ട്രയിൽ. ക്ലിയർ ആണല്ലോ. അതുപോലെ ഡിജിറ്റൽ എക്കോണമി, ഇന്ന് ഡിജിറ്റൽ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിനൊരു മാതൃകയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ലോകത്തിന്റെ ടോട്ടൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ സമ്പത്ത് വ്യവസ്ഥയുടെ 50%
ശതമാനത്തിന് മുകളിലും നടക്കുന്നത് ഇന്ത്യയിലാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലുള്ള ചെറു കച്ചവടക്കാരുടെ ഇടയിൽ പോലും നമുക്ക് എന്തുണ്ട് ഇന്ന് UPI ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഡിജിറ്റൽ എക്കോണമി എന്ന് പറയുന്ന വളരെയധികം വളർച്ച കൈവരിച്ച ഒരു രാജ്യമാണ്. അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മന്ത്രിതല തലത്തിൽ നേതൃത്വം നൽകിയ സ്ഥലമെന്ന് പറയുന്നത് ഏതാണ്? ബംഗളൂരു ആണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ എക്കോണമി സമ്മേളനത്തിൻ്റെ മന്ത്രിതല ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഓക്കെ, ദെൻ എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു പരിസ്ഥിതി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് ചെന്നൈയിലാണ്, നമ്മുടെ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. അപ്പോൾ ഇതാണ് ആ മന്ത്രിതല സമ്മേളനത്തിൻ്റെ വേദികൾ. അപ്പോൾ നിങ്ങൾ ഈ ഏതൊക്കെ വകുപ്പുകളാണ് നടന്നിട്ടുള്ളത്, അത് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, കൾച്ചർ, ഡെവലപ്മെൻറ്റ്, ഹെൽത്ത്, അതുപോലെ തന്നെ വിമൻ എംപവർമെൻറ്റ്, ഫോറിൻ, ടൂറിസം, എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ എക്കോണമി ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ വേദികൾ എന്ന് പറയുന്നത്? നിങ്ങൾ അഗ്രികൾച്ചർ ഹൈദരാബാദ്, കൾച്ചർ വാരണാസി, ഡെവലപ്മെൻറ്റും വാരണാസി, ഹെൽത്ത് എവിടെയാണ്? ഗാന്ധിനഗർ, അതുപോലെ തന്നെ വിമൻ എംപവർമെൻറ്റും ഗാന്ധിനഗർ. നിങ്ങൾക്കറിയാം ഫോറിന് ന്യൂഡൽഹിയിൽ, ടൂറിസം ഗോവയിൽ, എഡ്യൂക്കേഷൻ പൂനെയിൽ. അങ്ങ് പഠിച്ചോളൂ, എഡ്യൂക്കേഷൻ നടന്നത് എവിടെയാണ്? പൂനെയിൽ. എഡ്യൂക്കേഷൻ പൂനെയിൽ. ഡിജിറ്റൽ എക്കോണമി എന്ന് പറയുന്നത് ബംഗളൂരിലാണ്. ഡിജിറ്റൽ എക്കോണമി വളരെ ഇമ്പോർട്ടൻറ്റ്, ഓർത്തോളണം. എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചെന്നൈയിൽ. എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചെന്നൈയിൽ. ക്ലിയർ ആണല്ലോ? എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചെന്നൈയിൽ. അപ്പോൾ ഇതാണ് ആ മന്ത്രിതല സമ്മേളനങ്ങളും അതിൻ്റെ വേദികളുമായി നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് 18ാം G20യുമായി ബന്ധപ്പെട്ട വിവിധ മന്ത്രിതല സമ്മേളന വേദികളുടെ ഒരു ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഇതങ്ങ് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചോളണം. ഓരോന്നെടുത്തങ്ങ് പഠിച്ചോളണം. ഇനി ഇതപ്പോൾ G20യുമായി ബന്ധപ്പെട്ട വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റുകളും അവയുടെ വേദികളും, 18ാം G20യുമായി ബന്ധപ്പെട്ട വിവിധ മന്ത്രിതല സമ്മേളനങ്ങളും അവയുടെ വേദികളും, പ്രധാന രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനവും അതിൻ്റെ ഡീറ്റെയിൽസും വേദികളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 18ാം G20 എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു സമ്മേളനമായിരുന്നുവെന്നും 18ാം G20യുമായി ബന്ധപ്പെട്ട ഇത്രയും വസ്തുതകൾ നിങ്ങൾ ഓർത്തിരുന്നാൽ വരാൻ പോകുന്ന LDC പരീക്ഷയിൽ നിങ്ങൾക്ക് 1, 2 മാർക്ക് വരെ ഇതിൽ നിന്ന് ലഭിക്കാവുന്നതുമാണ്. അപ്പോൾ നന്നായി പഠിച്ചെടുത്തുകൊള്ളണം ഈ 18ാം G20 സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് G20 എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. 1999 സെപ്റ്റംബർ 26 ഫോം ചെയ്ത ഒരു വലിയ സാമ്പത്തിക കൂട്ടായ്മയാണ് G20 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ G20 എന്താണെന്നും ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വ്യക്തമായി പഠിച്ചുകൊള്ളണം. അപ്പോൾ ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക കൂട്ടായ്മയാണ്. 80% സമ്പത്തും അതോടൊപ്പം തന്നെ 75% വ്യാപാരവും അതോടൊപ്പം തന്നെ ജനസംഖ്യയുടെ 2/3 ഉൾക്കൊള്ളുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് G20 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമസ്കാരം. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് നമുക്ക് ഇന്ന് പരിശോധിക്കാം. ആദിത്യ L1, ഇന്ത്യയുടെ അല്ലെങ്കിൽ ISROയുടെ സൂര്യനിലേക്കുള്ള ദൗത്യമായ ആദിത്യ L1നെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം, ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ പ്രോജക്റ്റായ ആദിത്യ L1 അല്ലെങ്കിൽ ISROയുടെ പ്രോജക്റ്റായ ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ചതാണ്. ISRO വിക്ഷേപിച്ച് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള പേടകമാണ്. ഓക്കെ, അപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ISRO അല്ലെങ്കിൽ ഇന്ത്യ വിക്ഷേപിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ L1. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ദൗത്യം വിക്ഷേപിക്കുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO കൂടാതെ ലോകത്തെ മറ്റ് ബഹിരാകാശ ഏജൻസികൾ ഈ ഒരു പഠനത്തിന് വേണ്ടി സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പേടകങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ അയച്ചിട്ടുണ്ട്. അതിൽ 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ഇതിനു മുന്നേ സൂര്യനെ കുറിച്ച് പഠിക്കാൻ പേടകങ്ങൾ അയച്ചിട്ടുള്ള ബഹിരാകാശ ഏജൻസികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് നാസ, അമേരിക്കയുടെ നാസ, മറ്റൊന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയൊക്കെ കൊളാബറേഷൻ, അവർ ഒരുമിച്ചൊക്കെയാണ് ആ പ്രോജക്റ്റ് ചെയ്തത്. എന്നാൽ അവർ അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ജാക്സ, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ്. ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ അന്ന് ഒറ്റയ്ക്കല്ല അത് വിക്ഷേപിച്ചത്. നാസയും ജാക്സയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് അങ്ങനെ ഒരു പ്രോജക്റ്റ് വിക്ഷേപിച്ചത്. എന്തായാലും അതിനുവേണ്ടി മുൻകൈ എടുത്ത ആദ്യത്തെ ബഹിരാകാശ ഏജൻസി നാസ, അതിനുശേഷം യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി മുൻകൈ എടുത്തു. അതിനുശേഷം ജപ്പാൻ സ്പേസ് ഏജൻസിയും 4ാമതായിട്ട് ISRO ആണ്. ഇനി നമ്മുടെ ആദിത്യ L1 വിക്ഷേപണ തീയതി ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 2 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C-57. PSLVയുടെ നമ്പറൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചോളാം, PSC ചോദിക്കാറുണ്ട്. ആദിത്യ L1 എന്ന സൗര ദൗത്യം വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്, ഇന്ത്യയുടെ റോക്കറ്റ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ PSLV C-57.
ഈ PSLV-C-57 PSLV ഇന്ത്യയുടെ PSLV റോക്കറ്റിന്റെ 59ാമത്തെ ദൗത്യമാണ്. അതല്ലെങ്കിൽ PSLVയുടെ എക്സൽ മോഡൽ ആ വിഭാഗത്തിൽ വരുന്ന റോക്കറ്റിന്റെ 25ാമത്തെ ദൗത്യമാണ്. PSLVയുടെ എത്രാമത്തെ ദൗത്യം എന്ന് ചോദിച്ചാൽ 59ാമത്തെ ദൗത്യം. PSLV റോക്കറ്റിൽ തന്നെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എക്സൽ വിഭാഗത്തിലെ 25ാമത്തെ ദൗത്യമാണ് PSLV-C-57. വിക്ഷേപണ റോക്കറ്റ് PSLV-C-57. PSLVയുടെ എത്രാമത്തെ ദൗത്യം എന്ന് ചോദിച്ചാൽ 59. PSLV എക്സൽ വിഭാഗത്തിന്റെ എത്രാമത്തെ ദൗത്യം ചോദിച്ചാൽ 25. വിക്ഷേപണ തീയതി 2023 സെപ്റ്റംബർ 2. അതുപോലെ വിക്ഷേപണ കേന്ദ്രം ചോദിച്ചാൽ അത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഓക്കെ, ഈ ഒരു ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് നിഗർ ഷാജിയാണ്. മിഷൻ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് SR ബൈജു ആണ്. ആദിത്യ L1 എന്ന ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടർ ചോദിച്ചാൽ നിഗർ ഷാജി. ആ ഒരു ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ SR ബൈജു. ഓക്കെ, കൂടാതെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ്, മിഷന്റെ മുഖ്യ ശാസ്ത്രജ്ഞനായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ K. ശങ്കര സുബ്രഹ്മണ്യം. അങ്ങനെ ഈ ഒരു പ്രോജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി മറ്റൊരു ഉദ്യോഗസ്ഥൻ നിയമിച്ചിട്ടുണ്ട്. മുഖ്യ ശാസ്ത്രജ്ഞനായി ഈ പ്രോജക്റ്റിന് വേണ്ടി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ K. ശങ്കര സുബ്രഹ്മണ്യം. പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ SR ബൈജു, ദൗത്യത്തിന്റെ അല്ലെങ്കിൽ ഈ മിഷന്റെ മുഖ്യ ശാസ്ത്രജ്ഞനായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ K. ശങ്കര സുബ്രഹ്മണ്യം. ഈ ആദിത്യ L1 എന്ന ദൗത്യം വിക്ഷേപിക്കുന്ന സമയത്തെ VSSC ഡയറക്ടർ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് S. ഉണ്ണികൃഷ്ണൻ നായർ. ആ സമയത്തെ ISRO ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ S. സോമനാഥാണ്. ഓക്കെ, നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്തും ISRO ചെയർമാൻ S. സോമനാഥ് തന്നെയാണ്. അപ്പോൾ അതേപോലെ ആദിത്യ L1 എന്ന ദൗത്യം വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ S. സോമനാഥ്. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റിൽ വിക്ഷേപിച്ച ആ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ആദിത്യ L1 അല്ലേ? ഈ ഒരു പ്രോജക്റ്റിന്റെ പേര് ആദിത്യ L1. അത് നമ്മൾ വിക്ഷേപിച്ച സാറ്റലൈറ്റിന്റെ പേര് എന്ത് തന്നെയാണ്? ആദിത്യ L1 തന്നെയാണ്. പേടകത്തിന്റെ ആകെ ഭാരം ചോദിച്ചാൽ 1500 കിലോഗ്രാമാണ്. 1500 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന പേടകമാണ് ആദിത്യ L1. ഈ ഒരു പ്രോജക്റ്റിന്റെ ആകെ ചെലവ് എത്രയെന്ന് ചോദിച്ചാൽ 368 കോടി. ചില പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ ഒക്കെ ചെലവ് എന്താണ് ആ ദൗത്യത്തിന് ചെലവെന്നൊക്കെ PC ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദിത്യ L1 എന്ന പ്രോജക്റ്റിന്റെ ആകെ ചെലവ് 368 കോടിയാണ്. കൂടാതെ പേടകത്തെ നമ്മൾ എവിടെയാണ് വിന്യസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് L1 പോയിന്റിലാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് L1 പോയിന്റ്, അല്ലെങ്കിൽ ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന സ്ഥലത്താണ് നമ്മൾ വിക്ഷേപിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചന്ദ്രയാൻ എന്ന പ്രോജക്റ്റ് എടുക്കാം. അപ്പോൾ ചന്ദ്രയാൻ എന്ന പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രനെ കുറിച്ച് പഠിക്കാനുള്ള പ്രോജക്റ്റാണ്. അപ്പോൾ ചന്ദ്രയാനിൽ 3 പ്രോജക്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രയാൻ 1 ആണെങ്കിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലാണ് സഞ്ചരിച്ചത്. അതല്ലെങ്കിൽ ചന്ദ്രയാൻ 3 ആണെങ്കിലോ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്, അവിടെ ആ ലാൻഡ് ആണ് ചെയ്തത്. അപ്പോൾ അതുപോലെ എവിടെയാണ് ഇത് വിക്ഷേപിക്കുന്നത്? നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള വിക്ഷേപണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എവിടെയാണ് ഇതിനെ വിക്ഷേപിക്കും ചോദിച്ചാൽ സൂര്യന്റെ ഉപരിതലത്തിലോ സൂര്യന്റെ പരിസരത്തോ ഒന്നും അല്ല, മറ്റൊരു സ്ഥലത്താണ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇതിനെ എവിടെയാണ് വിക്ഷേപിക്കും ചോദിച്ചാൽ സൂര്യന്റെ അടുത്ത് പോലും പോകുന്നില്ല, മറ്റൊരു സ്ഥലത്താണ് ആ വിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിന്യസിക്കുന്ന സ്ഥലം ചോദിച്ചാൽ L1 പോയിന്റ് ആണ്. L1 പോയിന്റ് എന്ന് വെച്ചാൽ ലഗ്രാഞ്ച് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈ പേടകം എവിടെയാണ് ഭ്രമണം ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഹാലോ ഓർബിറ്റിലാണ് ഭ്രമണം ചെയ്യുന്നത്. വിന്യസിക്കപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ അത് L1 പോയിന്റ് ആണ്. നമ്മൾ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള പ്രോജക്റ്റ് എന്ന് പറഞ്ഞു, പക്ഷേ സൂര്യന്റെ പരിസരത്ത് പോലും ഇത് പോകുന്നില്ല. പകരം എവിടെയാണ് കൊണ്ട് വിന്യസിക്കുന്നത്? L1 പോയിന്റിലാണ്. അവിടെ ഇത് എവിടെയാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ അത് ഹാലോ ഓർബിറ്റിലാണ് ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ L1 പോയിന്റ് നമ്മൾ ശരിക്കും ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞാലും 2 പുതിയ വാക്കാണ് പഠിച്ചത്. ഒന്ന് L1 പോയിന്റ്, അതുപോലെ ഹാലോ ഓർബിറ്റ്. എന്താണ് ഈ സംഭവങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് L1 അല്ലെങ്കിൽ ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ച് നോക്കാം. നമ്മൾ L1 പോയിന്റ് എന്ന വാക്കാണ് പറഞ്ഞത്, അതിന്റെ ഫുൾ ഫോം ആയിട്ട് ലഗ്രാഞ്ച് പോയിന്റ് 1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ലഗ്രാഞ്ച് പോയിന്റ് നോക്കാം. ഓക്കെ, അതിന്റെ കാര്യം നോക്കാം. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ചില പ്രദേശങ്ങളിൽ ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലവും സൂര്യനോടുള്ള ഗുരുത്വാകർഷണ ബലവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷത്തിനകത്ത് നമുക്കൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അത് കാരണമാണ് നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. അതുപോലെ സൂര്യന്റെ ആ ഒരു പരിസരത്ത് ആ ഒരു അന്തരീക്ഷത്തിന്റെ ആ ഒരു പ്രദേശത്തും എന്തുണ്ടായിരിക്കും? ഈ ഒരു സംഭവം എന്താണ്? ഗുരുത്വാകർഷണം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സൂര്യന് ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്, അതുപോലെ ഭൂമിക്കും ഗുരുത്വാകർഷണ ബലമുണ്ട്. ഈ 2 ബലങ്ങളും തുല്യമാകുന്ന ചില പ്രദേശങ്ങളാണ്. അതായത് ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ചില പ്രദേശങ്ങളിൽ ഈ 2 ഫോഴ്സും, ഈ സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലവും ഭൂമിയിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലവും തുല്യമായി പോകുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ വരുമ്പോഴത്തേക്കും അത്തരം സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ചെന്ന് പെട്ടുപോയാൽ അവ എന്താണ്? നിശ്ചലമായിട്ട് അങ്ങ് നിൽക്കാൻ അതിന് സാധിക്കും. ഓക്കെ, അതായത് 2 ഗ്രഹങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാൻ സാധിക്കാതെ അതങ്ങനെ നിശ്ചലമായിട്ടൊരു പ്രദേശത്ത് അങ്ങനെ തങ്ങി നിൽക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ചില പ്രദേശങ്ങളിൽ ഭൂമിയോടുള്ള
ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലവും സൂര്യനോടുള്ള ഗുരുത്വാകർഷണ ബലവും തുല്യമായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെയാണ് ലഗ്രാഞ്ച് പോയിന്റ് എന്നറിയപ്പെടുന്നത്. അങ്ങോട്ട് വലിച്ചാൽ സൂര്യനിലേക്ക് ആകർഷിക്കാൻ പറ്റത്തില്ല, ഭൂമിയിലേക്ക് ആകർഷിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരുടെ ആകർഷണ ഫോഴ്സുകൾ ഈക്വലായി പോകുന്ന പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ലഗ്രാഞ്ച് പോയിന്റുകൾ. ഇത് ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള പ്രദേശങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭൂമിക്കും സൂര്യനും ഇടയിൽ അങ്ങനെ ആ രണ്ട് ബലങ്ങളും തുല്യമായി പോകുന്ന പ്രദേശങ്ങളാണ് ലഗ്രാഞ്ച് പോയിന്റ്. ഇത്തരത്തിൽ 5 പോയിന്റുകളാണ് ഈ രണ്ടുപേരുടെയും സൂര്യന്റെയും ഭൂമിക്ക് ഇടയിലുള്ളത്. L1 മുതൽ L5 വരെയാണ് അതിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുന്നേ L1 പോയിന്റ് എന്നൊരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ 5 എണ്ണം ഉണ്ട്. L1 പോയിന്റ്, L2 പോയിന്റ്, L3 പോയിന്റ്, L4 പോയിന്റ്, L5 പോയിന്റ്. ഓക്കെ. ഇനി ഇറ്റാലിയൻ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഗണിതശാസ്ത്രജ്ഞനായ വെറും ശാസ്ത്രജ്ഞനല്ല ഗണിതശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയി ലഗ്രാഞ്ചിന്റെ ബഹുമാന സൂചകമായിട്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് ഫോഴ്സുകൾ ഈക്വലായി പോകുന്ന പ്രദേശങ്ങൾക്ക് ലഗ്രാഞ്ച് പോയിന്റ് എന്ന പേര് നൽകാൻ കാര്യം പണ്ടത്തെ ഇറ്റാലിയൻ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയി ലഗ്രാഞ്ചിന് ബഹുമാനാർത്ഥമായിട്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ തൊട്ട് പിന്നെ നമ്മൾ ലഗ്രാഞ്ച് എന്നൊരു സംഭവം പറഞ്ഞില്ലേ, അതെന്താണ് എന്ന് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭൂമി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, അതുപോലെ സൂര്യൻ ഇവിടെയുണ്ട്. അപ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ചില പ്രദേശങ്ങളിൽ ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലം ഈക്വലാവും, സൂര്യനോടുള്ള ഗുരുത്വാകർഷണ ബലം ഈക്വലാവും. അങ്ങനെ ഈക്വലാകുന്ന പ്രദേശങ്ങളെയാണ് എന്ത് പറയുന്നത് ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഈ ഫോഴ്സുകൾ ഈക്വൽ ആകണമെങ്കിൽ ഈ ഭൂമിയുടെയും സൂര്യന്റെയും കറക്റ്റ് സെന്റർ തന്നെ വരണമെന്നില്ല. പല പല പ്രദേശങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രതിഭാസം കാണുന്നത്. ഏത് ഈ ഫോഴ്സ് ഈക്വൽ ആകുന്ന പ്രതിഭാസം കാണുന്നത്. ഓക്കെ. അങ്ങനെ ഭൂമിക്കും സൂര്യനും ഇടയിൽ ഈ പ്രതിഭാസം കാണിക്കുന്ന ഒരു പ്രദേശമാണ് L1 പോയിന്റ്. L1 പോയിന്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. അതുപോലെ മറ്റൊരു പോയിന്റാണ് ഭൂമിക്ക് പുറകിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റായ L2 പോയിന്റ്. അതുപോലെ സൂര്യന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റാണ് L3 പോയിന്റ്. അതുപോലെ L4 പോയിന്റ് ആണ് ഈ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന L4 പോയിന്റും L5 പോയിന്റ്. ഇങ്ങനെ ഈ 5 പ്രദേശങ്ങൾ L1 മുതൽ L5 വരെ ഈ 5 പ്രദേശങ്ങളിലാണ്. ഈ 5 പ്രദേശങ്ങളിലും സംഭവിക്കുന്നതാണ് അവർക്ക് ഈ പ്രദേശങ്ങളിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഈക്വൽ ആയിരിക്കും ലഭിക്കത്തില്ല, അല്ലെങ്കിൽ സൂര്യന്റെ ഗുരുത്വാകർഷണ ബലം ലഭിക്കത്തില്ല. രണ്ട് ഫോഴ്സും ഈക്വലായി അവിടെ ഒരു ഓബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ അത് നിശ്ചലമായി നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ 5 പോയിന്റുകൾ. അപ്പോൾ അതിൽപ്പെട്ടൊരു പോയിന്റാണ് L1 പോയിന്റ്. നമ്മൾ പറഞ്ഞു പ്രോജക്റ്റ് ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കാനാണെങ്കിലും എവിടെയാണ് നമ്മൾ വിന്യസിക്കുന്നത്? L1 പോയിന്റിലാണ്. നമ്മൾ സൂര്യന്റെ അടുത്തോട്ട് പോലും പോകുന്നില്ല. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള പ്രദേശമായ L1 പോയിന്റിലാണ് നമ്മൾ ഭ്രമണം ചെയ്യുന്നത്. ഇനി നമ്മൾ ചന്ദ്രയാൻ എന്ന പ്രോജക്റ്റ് പറഞ്ഞു. ചന്ദ്രയാൻ 1 എടുക്കുവാണെങ്കിൽ അത് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയച്ച പ്രോജക്റ്റ് ആണ്. അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലാണ് നമ്മൾ വിന്യസിച്ചത്. അത് ഭ്രമണം ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ചന്ദ്രന്റെ ഓർബിറ്റിലാണ്, ചന്ദ്രന്റെ ഭ്രമണപഥത്തിലാണ് അത് എന്താണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ L1 പോയിന്റിന് ആ പ്രദേശത്ത് ഒന്നുമില്ല, എന്താ ഭൂമിയോ സൂര്യനോ അതുപോലത്തെ ഒരു ബോഡി ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ അത് വെറുതെ എന്താണ് ആ ഒരു പോയിന്റിൽ വെറുതെ ഷേപ്പ് ഇല്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ L1 പോയിന്റിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഹാലോ പോയിന്റ് എന്ന് പറയും. ഈ ഒരു കാണിച്ചിരിക്കുന്ന അവിടെ സഞ്ചരിക്കുന്ന ആ പാതയാണ് ഹാലോ പോയിന്റ്. ഓക്കെ, അല്ലെ ഹാലോ ഓർബിറ്റ്. ഓക്കെ. അപ്പോൾ ചെന്ന് പോകുന്ന സ്ഥലം ചോദിച്ചാൽ L1 പോയിന്റ് ആണ്. അപ്പോൾ L1 പോയിന്റിൽ നമ്മൾ ഈ ആദിത്യയിലും ചെന്ന് പെടുമ്പോൾ എന്താണ് അത് അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല. അത് അങ്ങനെ ഈ രണ്ട് ഫോഴ്സ് ഈക്വൽ ആയതുകൊണ്ട് അതിങ്ങനെ ഒരു പാറിപ്പുറത്ത് അങ്ങനെ വെറുതെ അവിടെ ആ ഒരു സ്ഥലത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാതെ L1 പോയിന്റ് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രദേശത്തിന് അല്ലെ ആ ഓർബിറ്റിനെ പറയുന്ന പേരാണ് ഹാലോ ഓർബിറ്റ്. ഓക്കെ. ചെന്ന് വിന്യസിക്കുന്ന സ്ഥലം L1 പോയിന്റ് ആണ്. ആ L1 പോയിന്റിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓർബിറ്റിനെ പറയുന്ന പേരാണ് ഹാലോ ഓർബിറ്റ്. അപ്പോൾ അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ചില പ്രദേശങ്ങളിലാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു പ്രതിഭാസം കാണുന്നത്. ഗുരുത്വാകർഷണമല്ല ഈക്വലായി പോകുന്നത് അത്തരം പ്രദേശങ്ങൾ ലഗ്രാഞ്ച് പോയിന്റ്. അത് ഈക്വൽ ആകുമെന്ന് വെച്ചാൽ ശരിക്കും സെന്റർ തന്നെ വരണമെന്നില്ല. പല പല പ്രദേശങ്ങളായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഭൂമിക്കും സൂര്യനും ഇടയിൽ കിടക്കുന്ന പ്രദേശം L1 പോയിന്റ്, ഭൂമിക്ക് പുറകിൽ കിടക്കുന്ന പ്രദേശം L2 പോയിന്റ്, സൂര്യനും പുറകിൽ കിടക്കുന്ന പോയിന്റ് L3 പോയിന്റ്, L4 L5 വശങ്ങളാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള 5 പോയിന്റുകളാണുള്ളത്. അതിൽ L1 പോയിന്റിലാണ് നമ്മൾ വിന്യസിക്കുന്നത്. ആ L1 എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ചെറിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഈ ഒരു നമ്മൾ അയക്കുന്ന ആദ്യത്തെ L1 ഇങ്ങനെ അവിടെ ഒരു നിശ്ചിത ഓർബിറ്റിൽ ഇങ്ങനെ പാറിപ്പറന്ന് സഞ്ചരിച്ച് നടക്കുന്നുണ്ട്. ആ ഓർബിറ്റ് നമ്മൾ ഹാലോ ഓർബിറ്റ് എന്നാണ് പറഞ്ഞത്. ഇനി L1 പോയിന്റിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ പറയാം. അതായത് ഭൂമിയിൽ നിന്നും സൂര്യന്റെ ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഭൂമിയെയും സൂര്യനെയും ബന്ധിച്ച് ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ്. ശരിക്കും ദൂരം 15 കോടി കിലോമീറ്റർ, അതിൽ വെറും 15 ലക്ഷം കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പോയിന്റാണ് L1 പോയിന്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ L1 സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള പ്രോജക്റ്റ് ആണെങ്കിലും സൂര്യന്റെ പരിസരത്ത് പോലും പോകുന്നില്ല. ആകെ ദൂരത്തിന്റെ 1% മാത്രം, വെറും 1% മാത്രമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ PSC നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പലതരത്തിൽ ചോദിക്കും. ആദിത്യ L1 എന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് സൂര്യനിലാണ് വിക്ഷേപിക്കുന്നത്, സൂര്യന്റെ ഉപരിതലത്തിലാണ് വിക്ഷേപിക്കുന്നത്, സൂര്യന്റെ പരിസരത്താണ് വിക്ഷേപിക്കുന്നത്. ഒന്നുമല്ല, പരിസരത്ത് പോലും പോകുന്നില്ല. ആകെ ദൂരത്തിന് വെറും 1% സഞ്ചരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊള്ളാം.
ഭൂമി ഇവിടെയുണ്ട്, സൂര്യനുണ്ട്. ആകെ ദൂരം 15 കോടി കിലോമീറ്റർ. ഓക്കെ, പക്ഷേ അതിന്റെ വേറും 1% മാത്രം ദൂരമുള്ള 15 ലക്ഷം കിലോമീറ്റർ സ്ഥലത്താണ് L1 പോയിന്റ് ഇരിക്കുന്നത്. സൂര്യന്റെ പരിസരത്ത് പോലും പോകുന്നില്ല. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ ആകെ 1% മാത്രമേ ആദിത്യ L1 സഞ്ചരിക്കുന്നുള്ളൂ. അവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു ഉപഗ്രഹം സൂര്യനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദിത്യ L1 സൂര്യന്റെ പരിസരത്ത് പോലും പോകുന്നില്ല എന്ന പോയിന്റ് വ്യക്തമായി മനസ്സിലാക്കണം. കൂടാതെ മറ്റൊരു കണ്ടീഷൻ കൂടി, കൂടാതെ ഈ സ്ഥലത്ത് സൂര്യനെ വീക്ഷിക്കുമ്പോൾ ഭൂമിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും നിഴൽ വീഴില്ല. അല്ലെ, L1 പോയിന്റിൽ നിൽക്കുമ്പോൾ എന്താണ്, അവരുടെ നിഴൽ വീഴില്ല. തുടർച്ചയായി നിരീക്ഷിക്കാനും 24 മണിക്കൂറും സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കാനും സാധിക്കും. L1 പോയിന്റ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന കണ്ടീഷനാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതായത് L1 പോയിന്റിലാണ് നമ്മൾ ഇത് വിക്ഷേപിക്കുന്നത്. എന്തുകൊണ്ട് L1 പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു? 5 പോയിന്റുകളുണ്ട് ഇങ്ങനത്തെ പോയിന്റുകൾ, പക്ഷേ L1 പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത കാരണങ്ങളാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള പ്രദേശമായിട്ട് നേരിട്ട് സൂര്യനെ എപ്പോഴും നിരീക്ഷിക്കാൻ സാധിക്കും. ഇതിനിടയ്ക്ക് മറ്റ് ഗ്രഹങ്ങൾ വരത്തില്ല. ഓക്കെ, അതുപോലെ 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് സൂര്യനെ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ L1 എടുത്തത്. ഒരു പക്ഷേ നമ്മൾ L2ലാണ് വിക്ഷേപിച്ചത്, എന്ത് സംഭവിക്കാതും ഇടയ്ക്കിടയ്ക്ക് ഭൂമിയുടെ ഒരു നിഴൽ വീഴും. അല്ലെ, സൂര്യനെ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിക്കാൻ സാധിക്കത്തില്ല. ഭൂമിയുടെയോ ചിലപ്പോൾ ചന്ദ്രന്റെയോ നിഴൽ വീഴാവുന്നതാണ്. L3 പോയിന്റ് ആണെങ്കിൽ ഒത്തിരി ദൂരെയാണ്, നമ്മൾ അവിടെ വിക്ഷേപിക്കുന്നത് തന്നെ ഒത്തിരി ശ്രമകരമായ സംഭവമാണ്. അതുകൊണ്ട് L3 പോയിന്റിൽ അവർ വിക്ഷേപിക്കുന്നത് തന്നെ ശ്രമകരമായാലും അവിടെ വിക്ഷേപിച്ചു കഴിഞ്ഞാലും സൂര്യൻ നിരീക്ഷിക്കാൻ അത്രയും ഡിസ്റ്റൻസ് നമുക്ക് സാധിക്കുമെന്നുള്ള ഡൗട്ടാണ്. കാരണം ഒത്തിരി ദൂരം, നല്ല ദൂരമുണ്ട്, സൂര്യന്റെ ഒത്തിരി പുറകെയാണ് L3 പോയിന്റ്. L4ഉം L5 പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കാത്തത് കാരണം അവ വശങ്ങളിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അവിടെ ഉൽക്കകൾ നിറഞ്ഞ പ്രദേശങ്ങളാണ്. അതായത് വളരെ നിബിഡമായി കിടക്കുന്ന സ്ഥലമാണ്. എന്തെങ്കിലും ഒരു സാറ്റലൈറ്റ് ഈ L4 L5 പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഉൽക്കകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാറകഷങ്ങൾ ഇടിച്ച് ഉറപ്പായിട്ട് നശിക്കും. അത്രയും അങ്ങനെ ഒരു സാറ്റലൈറ്റും വിക്ഷേപിക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളാണ് L4 L5 എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ 5 പോയിന്റുകൾ നമ്മൾ എന്ത് സെലക്ട് ചെയ്തത്? L1 സെലക്ട് ചെയ്തത്. അപ്പോൾ വിക്ഷേപിക്കുന്ന സ്ഥലം L1 പോയിന്റ്. ആ L1 പോയിന്റിൽ എവിടെയാണ് ഇത് ഭ്രമണം ചെയ്യുന്നത്? അവിടെ ഒരു ഗ്രഹമോ അല്ലെങ്കിൽ നക്ഷത്രമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, വെറുതെ ആ ഒരു സ്ഥലത്ത് 2 ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. ആ ഓർബിറ്റിന് പറയുന്ന പേര് ഹാലോ ഓർബിറ്റ് എന്ന് പറയും. ഓക്കെ, L1 ആണ് കറക്റ്റ് ആയിട്ട് 24 മണിക്കൂറും സൂര്യനെ നിരീക്ഷിക്കാൻ പറ്റിയ സ്ഥലം. അതുകൊണ്ട് നമ്മൾ ഈ 5 പോയിന്റുകൾ L1 സ്വീകരിച്ചു. അതുപോലെ L1 പോയിന്റിൽ ഭ്രമണം ചെയ്യുന്ന അമേരിക്കയുടെ ഒരു പേടകമാണ് സോഹോ എന്ന പേടകവും L1 പോയിന്റിലാണ് ഭ്രമണം ചെയ്യുന്നത്. അതുപോലെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് വിന്യസിച്ചിരിക്കുന്നത് L2 പോയിന്റിലാണ്. ഭൂമിക്ക് പുറകിലുള്ള L2 പോയിന്റിലാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ വിന്യസിച്ചിരിക്കുന്നത്. L1 പോയിന്റിൽ ഭ്രമണം ചെയ്യുന്ന അമേരിക്കയുടെ ഒരു പേടകത്തിന്റെ പേരാണ് സോഹോ. നമ്മുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് വിന്യസിച്ചിരിക്കുന്ന L1 പോയിന്റില്ല, അത് ഭൂമിക്ക് പുറകിലുള്ള L2 പോയിന്റിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇനി 2018 പുറപ്പെട്ട അമേരിക്കയുടെ മറ്റൊരു സൗര ദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. കഴിയുന്നത്ര സൂര്യന്റെ അടുത്തേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ അത് ഉദ്ദേശിച്ചുകൊണ്ട് വിക്ഷേപിച്ച ഒരു ദൗത്യമാണ് അത് പാർക്കർ സോളാർ പ്രോബ്. 2018 വിക്ഷേപിച്ചത്. 2023 നവംബർ അല്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്കും അതിൽ നിന്ന് സിഗ്നൽ ഇപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നാണ് അമേരിക്കയിലെ നാസ അവകാശപ്പെട്ടത്. അങ്ങനെ സൂര്യന്റെ പരമാവധി അടുത്തോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നിടത്തോളം സഞ്ചരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് വിന്യസിച്ച പ്രോജക്റ്റാണ് പാർക്കർ സോളാർ പ്രോബ്. അത് 2018 വിക്ഷേപിച്ച അമേരിക്കയുടെ മറ്റൊരു സൗര ദൗത്യമാണ്. അപ്പോൾ L1 പോയിന്റിലുള്ള അമേരിക്കയുടെ പേടകം സോഹോ, L2 പോയിന്റിലാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് വിന്യസിച്ചിരിക്കുന്നത്. 2018 വിക്ഷേപിച്ച അമേരിക്കയുടെ മറ്റൊരു സൗര ദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. ഇനി ആദിത്യ L1 എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ലക്ഷ്യങ്ങൾ നമ്മൾ സൂര്യനെ കുറിച്ച് പഠിക്കുകയാണ് മെയിൻ ലക്ഷ്യം. സൂര്യനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ആദിത്യ L1 ഇപ്പോഴും വീണ്ടും മനസ്സിലാക്കേണ്ടത്, ആദിത്യ L1 സൂര്യന്റെ പരിസരത്ത് പോലും പോകുന്നില്ല. സൂര്യനെ കുറിച്ച് പഠിക്കാനൊക്കെയാണ് വിക്ഷേപിച്ചത്, പക്ഷേ ആകെ ദൂരത്തിന് വെറും 1% സഞ്ചരിക്കുന്നുള്ളൂ. ആ ദൂരത്ത് നിന്നുകൊണ്ട് സൂര്യനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, സൂര്യന്റെ പുറംഭാഗമായ കൊറോണയിലെ താപ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുക. സൂര്യന്റെ ഏറ്റവും പുറം ഭാഗമായ കൊറോണയിലെ താപവ്യതിയാനം പഠിക്കുക. സൂര്യന് ചുറ്റും 3 പാളികളുണ്ട്. കൊറോണ അല്ലെങ്കിൽ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്ന് 3 പാളികളുണ്ട്. അതിൽ ഏറ്റവും പുറം പാളിയാണ് ടെമ്പറേച്ചർ കൂടുതൽ. അകത്തോട്ട് വരുമ്പോൾ ടെമ്പറേച്ചർ കുറയുകയാണ്. ഫോട്ടോസ്ഫിയറിനും ക്രോമോസ്ഫിയറും ടെമ്പറേച്ചർ കുറവാണ്. അങ്ങനെ താപവ്യതിയാനം വരാൻ കാരണം എന്ത് എന്നതിനെ കുറിച്ച് പഠിക്കുക, ഒന്നാമത്തെ ലക്ഷ്യം. കൂടാതെ സൂര്യന്റെ ഉപരിതലം, ബാഹ്യവലയങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക, മറ്റൊരു ലക്ഷ്യം. അതുപോലെ സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിക്കുക. സൂര്യനിലും പുറന്തള്ളുന്ന ഒരു സംഭവമാണ് സോളാർ വിൻഡ് എന്നൊക്കെ പറയുന്നത്. സൗര കൊടുങ്കാറ്റ്, അതിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിക്കുക. കൂടാതെ ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുക. സ്പേസിലുള്ള ആ പ്രദേശങ്ങളിലുള്ള കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുക. കൂടാതെ L1 പോയിന്റിൽ ബഹിരാകാശം എങ്ങനെയെന്നും അവിടുത്തെ ചാർജുള്ള കണങ്ങളെക്കുറിച്ചും പഠിക്കുക, മറ്റൊരു ലക്ഷ്യം. സൗര ദൗത്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ L1 എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളാണ്: ഒന്ന്, കൊറോണ എന്ന ഭാഗത്തിലെ താപവ്യതിയാനം പഠിക്കുക. സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുക. ബാഹ്യ വലയങ്ങളെക്കുറിച്ച് പഠിക്കുക. സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങളെക്കുറിച്ച് പഠിക്കുക. ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുക. L1 പോയിന്റിലെ സാഹചര്യങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ പഠിക്കുക എന്നതാണ് ആദിത്യ L1 എന്ന പേടകത്തിന്റെ ലക്ഷ്യം. ഇനി ആദിത്യ L1 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാറ്റലൈറ്റ് അല്ല, അതിനകത്ത് കുറച്ച് പാർട്സുകളുണ്ട്, മറ്റ് സാറ്റലൈറ്റ് വിഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആദിത്യ L1 എന്ന സാറ്റലൈറ്റിനകത്തുള്ള പേലോഡുകളുടെ എണ്ണം ചോദിച്ചാൽ 7 പേലോഡാണ്. എത്ര സാറ്റലൈറ്റ് ഉണ്ട്? 7 പേലോഡുണ്ട്. ഓക്കെ, പേലോഡുകളുടെ എണ്ണം എത്രയും ചോദിച്ചാൽ 7 ആണ്.
അതിനെ ഒന്ന് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 സൂര്യനെ നേരിട്ട് പഠിക്കുന്ന ഉപഗ്രഹങ്ങളും 3 L1 പോയിന്റിലെ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. ആദ്യത്തെ L1ലെ ആകെ പേടകങ്ങളുടെ എണ്ണം 7ആണ്. അതിൽ സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്ന ഉപഗ്രഹങ്ങൾ 4ഉം ബാക്കി 3 L1 പോയിന്റിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. ഈ 7 വിന്യസിക്കപ്പെടുന്ന L1 പോയിന്റിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് 3 മാത്രം L1 പോയിന്റിലെ സാഹചര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബാക്കി 4 അങ്ങ് ദൂരെയുള്ള സൂര്യനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. സൂര്യനെ കുറിച്ചുള്ള നേരിട്ട് പഠനം നടത്തുന്നതാണ് ബാക്കി 4 പേലോഡുകൾ. 7 പേലോഡുകൾ ഏതൊക്കെ നോക്കാം. ഒന്ന് VELC, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് ആണ്. 2 സ്യൂട്ട്, സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. 3 സോളക്സ്, സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. 4 ഹീലിയോസ്, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. 5 ആസ്പെക്സ്, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. 6 പാപ്പ, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. 7 മാഗ് അല്ലെങ്കിൽ മാഗ്നറ്റോമീറ്റർ. 7 പേലോഡുകളാണ്. അതിൽ 4 സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്നു. ആദ്യം പറഞ്ഞ 4 സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്നത്. ബാക്കി 3 L1 പോയിന്റിലെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ബാക്കി 3 പേലോഡുകൾ. മൊത്തത്തിൽ 7 പേലോഡുകൾ. 4 സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്നു. ബാക്കി 3 L1 പോയിന്റിലെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഓരോ പേലോഡുകളുമായി ബന്ധപ്പെട്ട പ്രത്യേകത എന്താണ്, അവരുടെ ഉദ്ദേശം എന്നീ കാര്യങ്ങൾ കൂടി നോക്കാം. ആദ്യം VELC, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. ബാക്കി തന്നെ ഉണ്ട് കൊറോണോഗ്രാഫ് അല്ലെ. കൊറോണയെ കുറിച്ച് പഠിക്കുക. നമ്മൾ പറഞ്ഞ ലക്ഷ്യമാണ് കൊറോണയിലെ താപവ്യതിയാനം. അതാണ് ലക്ഷ്യം. സൂര്യന്റെ ഏറ്റവും ബാഹ്യ വലയമായ കൊറോണയിലെ താപവ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന പേലോഡാണ് VELC. ഇത് രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. ISRO അല്ല. ഈ 7 പേലോഡുകൾ എല്ലാം ISRO മാത്രം വികസിപ്പിച്ചതല്ല. ഈ ബഹിരാകാശ മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്ന ചില സ്ഥാപനങ്ങൾ കൂടി ഈ 7 പേലോഡുകളിൽ ചില പേലോഡുകൾ അവർ വികസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ VELC വികസിപ്പിച്ചത് ISRO അല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ബംഗളൂരുവിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഇത് വികസിപ്പിച്ചത്. ഇതിന്റെ ഡയറക്ടർ, ഈ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം, മലയാളിയാണ് വ്യക്തി. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. VELC രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഡയറക്ടറായ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം. ആദ്യ ഉപഗ്രഹം, സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്ന ഉപഗ്രഹമാണ് VELC, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. ലക്ഷ്യം സൂര്യന്റെ ഏറ്റവും ബാഹ്യഫലമായ L1 പോയിന്റ് ഇരുന്നുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു, കൊറോണയിൽ എന്ത് സംഭവിക്കുന്നതാണ് പഠിക്കുന്നത്. അവിടുത്തെ ബാഹ്യഫലമായ കൊറോണയിലെ താപ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന പേലോഡാണ് VELC. അടുത്തത് രണ്ടാമത്തത് സ്യൂട്ടാണ്. സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് ആണ്. സ്യൂട്ട് എന്ന ഉപഗ്രഹത്തിന്റെ പ്രത്യേകത നോക്കാം. സൂര്യന്റെ മറ്റ് ബാഹ്യ വലയങ്ങളായ ഫോട്ടോസ്ഫിയറിനെയും ക്രോമോസ്ഫിയറിനെയും കുറിച്ച് പഠിക്കുന്ന പേലോഡാണ് സ്യൂട്ട്. ഏറ്റവും പുറംപാളിയായ കൊറോണ എന്ന വലയത്തെ കുറിച്ച് പഠിക്കുന്ന VELCയും അതിനകത്തോട്ടുള്ള ഫോട്ടോസ്ഫിയറിനെയും ക്രോമോസ്ഫിയറിനെയും കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് സ്യൂട്ട്. ഇതും രൂപകൽപ്പന ചെയ്തത് ISROയ്ക്ക് പുറത്തുള്ള മറ്റൊരു ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, പൂനെയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്യൂട്ട് എന്ന ഉപഗ്രഹം ഫോട്ടോസ്ഫിയർ, അത് സൂര്യന്റെ മറ്റ് ബാഹ്യ വലയങ്ങളായ ഫോട്ടോസ്ഫിയറേയും ക്രോമോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ്. രൂപകൽപ്പന ചെയ്ത് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, ആ സ്ഥാനം പൂനെയാണ്. മൂന്നാമത്തത് സോളക്സ് ആണ്. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. സോളക്സിന്റെ ഫുൾ ഫോം സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആണ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന മൂന്നാമത്തെ ഉപഗ്രഹമാണ്. സൂര്യനിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ എക്സ്റേ ഫ്ലെയർ, തീഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് സോളക്സ്. അപ്പൊ സൂര്യനിൽ നിന്നും ഇങ്ങനെ തീഗോളങ്ങൾ പുറന്തള്ളാറുണ്ട് എന്ന് പറയാം. അതിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തീഗോളങ്ങൾ പുറത്തു വരാറുണ്ട്. അതായത് ഈ ലാവ പൊട്ടിത്തെറിക്കുന്ന പോലെ അതിന്റെ അന്തരീക്ഷത്തിന് ഈ തീഗോളങ്ങൾ ഇങ്ങനെ എന്താണ് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്നാണ് പറയുന്നത്. അങ്ങനെ അതിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന വീര്യം കുറഞ്ഞ എക്സ്റേ തീഗോളങ്ങൾ, എക്സ്റേ ഫ്ലെയറുകളെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് സോളക്സ്. അപ്പൊ സൂര്യനിൽ നിന്നും പുറന്തള്ളുന്ന ഫ്ലെയറുകളിൽ വീര്യം കുറഞ്ഞ എക്സ്റേ ഫ്ലെയറുകളെ കുറിച്ച് പഠിക്കുന്നത് സോളക്സ് ആണ്. രൂപകൽപ്പന ചെയ്ത് ISROയുടെ ഒരു ഉപസ്ഥാപനമായ UR റാവ് സാറ്റലൈറ്റ് സെന്റർ, ബംഗളൂരു ആണ്. അപ്പൊ സോളക്സ് സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്ന മൂന്നാമത്തെ ഉപഗ്രഹം. സൂര്യനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വീര്യം കുറഞ്ഞ എക്സ്റേ ഫ്ലെയറുകളെ കുറിച്ച് പഠിക്കുന്ന, തീഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ്. രൂപകൽപ്പന ചെയ്ത UR റാവ് സാറ്റലൈറ്റ് സെന്റർ, ബംഗളൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ISRO കേന്ദ്രമാണ്. നാലാമത്തെ ഉപഗ്രഹം, സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്ന നാലാമത്തെ ഉപഗ്രഹം കൂടിയാണ് ഹീലിയോസ്. ഹൈ എനർജി L1 ഓർബിറ്റിംഗ് സ്പെക്ട്രോമീറ്റർ. ഈ ഹീലിയോസ് എന്ന് വായിക്കെങ്കിൽ ആ എൽ കഴിഞ്ഞിട്ട് കിടക്കുന്ന I അല്ല, അത് 1 ആണ്. എന്നാലും വായിക്കുന്ന ഹീലിയോസ് എന്നാണ്. ഹൈ എനർജി L1 ഓർബിറ്റിംഗ് സ്പെക്ട്രോമീറ്റർ. തൊട്ടു മുന്നേ നമ്മളൊരു തീഗോളങ്ങളുടെ കാര്യം പറഞ്ഞു. അതിന്റെ തന്നെ മറ്റൊരു പോയിന്റാണ് സൂര്യനിൽ നിന്നുള്ള ഉഗ്രശക്തിയുള്ള എക്സ്റേ ഫ്ലെയറുകളെ കുറിച്ച് പഠിക്കുന്ന പേലോഡാണ് ഹീലിയോസ്. അപ്പോൾ സൂര്യനിൽ നിന്നും ഇങ്ങനെ തീഗോളങ്ങൾ പുറന്തള്ളാറുണ്ട്. അതിൽ വീര്യം കുറഞ്ഞത് കാണും, കൂടിയത് കാണും. വീര്യം കുറഞ്ഞതിനെ കുറിച്ച് പഠിക്കുന്ന സോളക്സും വീര്യം കൂടിയതിനെ കുറിച്ച് പഠിക്കുന്ന ഹീലിയോസ്.
ഹീലിയോസുമാണ്. ഇതും രൂപകൽപ്പന ചെയ്തത് ISROയുടെ ഉപസ്ഥാപനമായ URO സാറ്റലൈറ്റ് സെന്റർ, ആസ്ഥാനം ബംഗളൂരുവാണ്. അപ്പോൾ സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്ന 4 ഉപഗ്രഹങ്ങൾ. ഒന്ന് VLC, പുറം ഭാഗമായ കൊറോണയിലെ താപ വ്യതിയാനം പഠിക്കുന്നു. 2 സ്യൂട്ട്, ഫോട്ടോസ്ഫിയറിനെയും ക്രോമോസ്ഫിയറിനെയും കുറിച്ച് പഠിക്കുന്നു. 3 സോളക്സ്, വീര്യം കുറഞ്ഞ തീഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്നു. 4 ഹീലിയോസ്, വീര്യം കൂടിയ ഉഗ്രശക്തിയുള്ള തീഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്നു. 5 ആസ്പെക്സ്, L1 പോയിന്റിലെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് ആസ്പെക്സ്. സൗരക്കാറ്റിനെ കുറിച്ചും അവയിലെ ഊർജ്ജ കണങ്ങളെ കുറിച്ചും പഠിക്കുന്ന പേലോട്. സൗരക്കാറ്റിനെ കുറിച്ചും, സൗര കൊടുങ്കാറ്റെന്നോ കാറ്റെന്നോ പറയാം, സൗരക്കാറ്റിനെ കുറിച്ചും അവയിലെ ഊർജ്ജ കണങ്ങളെ കുറിച്ചും പഠിക്കുന്ന പേലോടാണ് ആസ്പെക്സ്. സൂര്യനിൽ നിന്നും പുറന്തള്ളുന്ന ഒരു എഫക്റ്റിനെ കുറിച്ച് L1 പോയിന്റിൽ ഇരുന്ന് പഠിക്കുന്ന ഉപഗ്രഹമാണ് ആസ്പെക്സ്. സൗര കൊടുങ്കാറ്റ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വേവ്സ് എന്നാണ് പറയപ്പെടുന്നത്, കാറ്റ് എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ടെലിഗ്രാഫ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ സൗര കൊടുങ്കാറ്റ് ഏതോ പ്രദേശത്ത് വീശിയെന്നും അന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന ടെലിഗ്രാഫ് സംവിധാനങ്ങൾ ഫുൾ നശിച്ചെന്നും അങ്ങനെ ഈ സൗര കൊടുങ്കാറ്റുകൾ വാർത്താവിനിമയ മേഖലയാണ് ബാധിക്കുന്നത് എന്നൊക്കെ ഒരു പണ്ടത്തെ ഒരു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കൊടുങ്കാറ്റ്, ആ കാറ്റിനെ കുറിച്ച്, സൂര്യനിൽ നിന്നും പുറന്നുള്ള അത്തരം സൗര കൊടുങ്കാറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് ആസ്പെക്സ്. ഇനി എന്തുകൊണ്ട് ഇത് ഇത്ര വിനാശകരമാകുന്നു, എന്ത് എനർജി സോഴ്സാണ് ഇതിനിങ്ങനെ വിനാശം വരുത്താനുള്ള പവർ ഉള്ളത് എന്നതിനെ കുറിച്ച് പഠിക്കാം. അപ്പം അവയിലെ ഊർജ്ജ കണങ്ങൾ എന്തൊക്കെയാണ്, അവയിൽ പ്രോട്ടോൺസിനെ ആൽഫ പാർട്ടിക്കിൾസിനെ കണ്ടന്റ്, മീൻസ് എന്തൊക്കെ ഊർജ്ജ കണങ്ങൾ എടുത്ത് പറയുന്നുണ്ട്, പ്രോട്ടോൺ കണ്ടന്റുകളും ആൽഫ പാർട്ടിക്കിൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഉപഗ്രഹമാണ് ആസ്പെക്സ്. സൗര കൊടുങ്കാറ്റിനെ കുറിച്ചും അവയിലെ എനർജി അയോൺസിനെ കുറിച്ചും എന്താണ് ഊർജ്ജ കണങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് ആസ്പെക്സ്. രൂപകൽപ്പന ചെയ്തത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദാണ്. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് അത് രൂപകൽപ്പന ചെയ്തത്. നമ്മുടെ വിക്രം സാരാഭായ് സ്ഥാപിച്ച ഒരു സ്ഥാപനമൊക്കെയാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ISROയുടെ നേരിട്ടുള്ള ഉപകേന്ദ്രമല്ല, മറ്റൊരു ബഹിരാകാശ മേഖല പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അവരാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഉപഗ്രഹം ആസ്പെക്സ്. L1 പോയിന്റിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുക. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സൗര കൊടുങ്കാറ്റിനെ കുറിച്ചും എന്തുകൊണ്ട് ഒരു വിനാശം വിതയ്ക്കുന്നു എന്നതിനെക്കുറിച്ച്, അതിനകത്തുള്ള എനർജി സോഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹം ആസ്പെക്സ്. 6ാമത്തെ ഉപഗ്രഹം പാപ്പ. ഈ ഒരു ഉപഗ്രഹവും സെയിം ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ ആസ്പെക്സിന്റെ സെയിം പ്രവൃത്തിയാണ്. സൗര കൊടുങ്കാറ്റിനെ കുറിച്ചും അവയിലെ ഊർജ്ജ കണങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് പാപ്പ. പാപ്പയുടെ ഫുൾ ഫോം പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ഇപ്പൊ പാപ്പ എന്ന ഉപഗ്രഹവും ആസ്പെക്സ് പോലെ തന്നെയാണ് സൗരക്കാറ്റിനെ കുറിച്ചും അവയിലെ ഊർജ്ജ കണങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ആസ്പെക്സ് പറഞ്ഞപ്പോൾ എനർജി സോഴ്സ്, പ്രോട്ടോൺസ്, ആൽഫ പാർട്ടിക്കിളെ കുറിച്ച് പഠിക്കുന്ന എടുത്ത് പറഞ്ഞു. ഇവിടെ അതുകൂടാതെ മറ്റെന്തെങ്കിലും കണങ്ങളുണ്ടെങ്കിൽ, ഊർജ്ജ കണങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് പാപ്പ. ഒരേ ആവശ്യത്തിന് വേണ്ടി 2 എണ്ണം രൂപീകരിച്ചിട്ടുണ്ട്. അത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും ഇത് രൂപീകരിച്ചത് സ്പേസ് ഫിസിക്സ് ലബോറട്ടറി VSSC ആണ്. നമ്മുടെ തിരുവനന്തപുരത്തെ VSSCക്ക് അകത്തുള്ളൊരു സെന്ററാണ് സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ലാസ്റ്റ് 7ാമത്തെ ഉപഗ്രഹം മാഗ്നറ്റോമീറ്റർ എന്ന ഉപഗ്രഹം ചെയ്യുന്നത് ഭൂമിയിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്ന പേലോടാണ് മാഗ് എന്ന വാക്കിൽ തന്നെ ഉണ്ട്. ഭൂമിയിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് മാഗ്. രൂപകൽപ്പന ചെയ്തത് ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ് ബംഗളൂരുവിലുള്ള ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റം എന്ന മറ്റൊരു ബഹിരാകാശ മേഖല ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റം. ബംഗളൂരുവാണ് ആസ്ഥാനം. അപ്പോൾ L1 പോയിന്റിൽ ഇരുന്നുകൊണ്ട് പഠിക്കുന്ന അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുന്ന 3ാമത്തെ ഉപഗ്രഹമാണ് മാഗ്. അപ്പോൾ അവിടേക്ക് വരെ സൂര്യനിൽ നിന്ന് പുറന്തള്ളി അവിടേക്ക് എത്തുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ് മാഗ്. അപ്പം 4 ഉപഗ്രഹങ്ങൾ സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്നു. സൂര്യന്റെ കൊറോണയിലെ താപവ്യതിയാനം പഠിക്കുന്നു, സൂര്യന്റെ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നു, അവിടെ നിന്ന് പുറന്തള്ളുന്ന വീര്യം കുറഞ്ഞ തീഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്നു, വീര്യം കൂടിയ തീഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അത് 4ഉം സൂര്യനെ കുറിച്ച് നേരിട്ട് പഠിക്കുന്ന ഉപഗ്രഹങ്ങൾ. ഒന്ന് VLC, 2 സ്യൂട്ട്, 3 സോളക്സ്, 4 ഹീലിയോസ്. പിന്നെ L1 പോയിന്റിലെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന 3 ഉപഗ്രഹങ്ങൾ ആസ്പെക്സ്, പാപ്പ, മാഗ്നറ്റോമീറ്റർ. ആസ്പെക്സും പാപ്പയും സൗര കൊടുങ്കാറ്റിനെ കുറിച്ചും അവയിലെ ഊർജ്ജ കണ്ടന്റ്, എനർജി അയോൺസിന്റെ കണ്ടന്റിനെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. മാഗ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹമാണ്. ഇനി ഈ ഒരു ദൗത്യം വിക്ഷേപിച്ച ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഡേറ്റും കൂടി ഒന്ന് നോക്കാം. വിക്ഷേപണം നമ്മൾ നേരത്തെ പഠിച്ചു 2023 സെപ്റ്റംബർ 2-നാണ്. അതിനുശേഷം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് L1 പോയിന്റിലേക്കുള്ള യാത്ര പേടകം ആരംഭിച്ചത് 2023 സെപ്റ്റംബർ 30. അപ്പോൾ നമ്മുടെ ഈ റോക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യാത്ര ഒരു രീതിയുണ്ട്. അപ്പോൾ ആദ്യം അത് ഭൂമിയെ ഭ്രമണം ചെയ്തിട്ടാണ് സൂര്യനിലേക്ക് യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഭൂമിയെ ചുറ്റും ഒരു 4-5 തവണയെങ്കിലും അതൊരു ഭൂമിയുടെ ഭ്രമണപഥത്തിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചിട്ടാണ് അത് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ഭൂമിയുടെ ഭ്രമണത്തിൽ നിന്നും അവിടെയുള്ള സഞ്ചാരം നിർത്തിയിട്ട് L1 പോയിന്റിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചത് 2023 സെപ്റ്റംബർ 30-നാണ്. എന്നിട്ടോ പേടകം L1 പോയിന്റിൽ എത്തിയ ഡേറ്റ് 2024 ജാനുവരി 6-നാണ്. 2023 സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ചപ്പോൾ ഭൂമിക്ക് ചുറ്റും ഒരു 4-5 തവണ അത് ഭ്രമണം ചെയ്തിട്ട് ഭൂമിയെ ഉപേക്ഷിച്ച് യാത്ര ആരംഭിച്ചത് 2023 സെപ്റ്റംബർ 30. എന്നിട്ട് ആ യാത്ര L1 പോയിന്റിൽ എത്തിയത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിൽ 15 ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ എത്തിച്ചേർന്നത് 2024 ജനുവരി 6-നാണ്. 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് പേടകം L1 പോയിന്റിൽ എത്തുന്നത്.
അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം L1 പോയിന്റിൽ എത്തുക എന്ന് തന്നെയായിരുന്നു. അവിടെ എത്തിച്ചത് ഡേറ്റ് ചോദിച്ചാൽ 2024 ജാനുവരി 6. ഒരിക്കലും മറക്കരുത്, വിക്ഷേപണം 2023 സെപ്റ്റംബർ 2, L1 പോയിന്റിൽ എത്തിയത് 2024 ജാനുവരി 6. നമ്മൾ സൂര്യനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ഉപഗ്രഹമാണ്. പക്ഷേ സൂര്യന്റെ പരിസരത്ത് പോലും പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനം L1 പോയിന്റാണ്. അവിടെ എത്തിയ ഡേറ്റ് ഒരിക്കലും മറക്കരുത്, 2024 ജാനുവരി 6. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് പേടകം അവിടെ എത്തിയത് അല്ലെ എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ 127 ദിവസത്തിന്റെ യാത്രയ്ക്ക് ശേഷമാണ്. അതിനുശേഷം ഈ L1 പോയിന്റിൽ എത്തിക്കുമ്പോൾ എന്താണ് അവിടെ എന്തൊരു ഓബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് അവിടെ നിന്ന് മൂവ് ആവാതെ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് അല്ലേ. അതായത് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വശത്തേക്കും സഞ്ചരിക്കാൻ പറ്റാതെ അതിങ്ങനെ അവിടെ തന്നെ ഭ്രമണം ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ L1 പോയിന്റിന് ചുറ്റും ഇങ്ങനെ ഭ്രമണം ചെയ്യുന്ന ആ ഓർബിറ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഹാലോ ഓർബിറ്റ് എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ്, പേടകത്തിന്റെ L1 പോയിന്റിന് ചുറ്റുമുള്ള ആദ്യത്തെ ഭ്രമണം പൂർത്തിയായത് 2024 ജൂലൈ 2-നാണ്. അത് 178 ദിവസം കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. L1 പോയിന്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു റൗണ്ട് ആ ഭ്രമണം ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് 178 ദിവസം കൊണ്ടാണ്. ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് ആദ്യം വന്ന സ്ഥലത്ത് തിരിച്ചെത്തിയ ദിവസം 2024 ജൂലൈ 2-നാണ്. ഇവിടെ നിന്ന് വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2, L1 പോയിന്റിൽ എത്തിയത് 2023 ജാനുവരി 6. L1 പോയിന്റിൽ എത്തിയിട്ട് അത് ഹാലോ ഓർബിറ്റിലൂടെ സഞ്ചരിച്ചു തുടങ്ങി. ആ സഞ്ചാരത്തിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കി, ഒരു റവല്യൂഷൻ പൂർത്തിയാക്കിയത് 2024 ജൂലൈ 2. എത്ര ദിവസം കൊണ്ട് L1 പോയിന്റിൽ എത്തിയെന്ന് ചോദിച്ചാൽ 127 ദിവസം. ഒരു ഭ്രമണത്തിന് എത്ര ദിവസം എടുത്തു ചോദിച്ചാൽ 178 ദിവസമാണ് എടുത്തത്. ആദിത്യ L1 എന്ന ദൗത്യത്തെക്കുറിച്ചുള്ള പോയിന്റുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്.